hello. Yes. Yes, വരട്ടെ. യെസ്, ഒരുപാട് പേര് ഇതാ നേരത്തെയൊക്കെ വന്ന് റെഡി ആയി നിൽക്കുന്നുണ്ടല്ലോ. വോയിസ് കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. റെഡി? യെസ്. എല്ലാവർക്കും യെസ്. ഗുഡ് ഈവനിങ് മക്കൾസ്. ഗുഡ് ഈവനിങ്. സുഖമാണോ സാർ? ഓ യെസ്, സുഖമാണ്. യെസ്, ആൽഡിനി നിരഞ്ജൻ എന്ന് പേര് പറഞ്ഞിട്ടുള്ളതാണോ? അതാണോ കറക്റ്റ് നെയിം? യെസ്. 4 അക്കൗണ്ടോ? ഈശ്വര, എന്തായാലും 4 അക്കൗണ്ട് കേറി വാ. റെഡി? യെസ് മക്കളെ, അപ്പൊ പഠിക്കാൻ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയല്ലേ? സെറ്റ് അല്ലേ മക്കളെ? റെഡി അല്ലേ? എക്സാമിന് മുൻപ് ക്രിസ്മസ് എക്സാമിന് വരുന്ന മുഴുവൻ ചാപ്റ്റേഴ്സും പഠിപ്പിക്കുവോ? ഉറപ്പാണോ? യെസ്, ഷുവർ. നമ്മൾ സെറ്റ് ആക്കി പഠിപ്പിച്ചിരിക്കും. ഓക്കെ, പഠിപ്പിച്ചിരിക്കും. റെഡി. ഇനിയിപ്പോ മക്കളെ അവിടെ ശ്രദ്ധിച്ചോ, നമ്മള് യെസ് ആ കാര്യത്തിലേക്കാണ് വരുന്നത്. ക്രിസ്മസ് എക്സാം അറിയാലോ, ഡിസംബർ 1 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതകളുണ്ട്. സോ നമുക്ക് നവംബർ മാത്രമേ ടൈം ഉള്ളൂ. നവംബർ കൊണ്ട് പഠിച്ച് തീർത്തിരിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പം ഇനി പഠിക്കുമ്പോൾ ഓരോ ടൈമും നിങ്ങൾ പഠിക്കാൻ യൂസ് ചെയ്യുന്ന ഓരോ ടൈമും പഠിക്കുന്ന കാര്യം അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, സോറി ദിനിഷ, മൈ നെയിം ഈസ് നിരഞ്ജന, അങ്ങനെയാണോ പറഞ്ഞത്? ഓക്കെ. റെഡി? അപ്പോൾ ഓരോ ടൈമും നന്നായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് യൂസ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, റെഡി? ടൈം വളരെ കുറവാണ്. അപ്പൊ പഠിക്കുന്ന കാര്യം പെർഫെക്റ്റ് ആക്കാൻ മാക്സിമം എല്ലാവരും ശ്രമിക്കുക. ഇനി ഡേറ്റ് മാറ്റിയത് സത്യമാണോ? ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. ഡേറ്റ് മാറ്റിയ മീൻസ് ഒഫീഷ്യലി വന്നിട്ടില്ല. പക്ഷേ ഒരിക്കലും എന്താണ് എലക്ഷൻ കഴിഞ്ഞിട്ടല്ല നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാം? ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യാം. മിക്കവാറും ഡിസംബർ 1 തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് കൃത്യമായിട്ട് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളെ കംപ്ലീറ്റ് കാര്യങ്ങളും തെറ്റും. ഇലക്ഷന് ശേഷമാണ് എക്സാം നടക്കുന്നതെങ്കിൽ യെസ് നിങ്ങൾക്ക് എന്താണ് ഇപ്പം നിങ്ങളുടെ വെക്കേഷനും കാര്യങ്ങളൊക്കെ മാറും. അങ്ങനെ കുറെ ചേഞ്ച് വരും. സോ അതുകൊണ്ട് തന്നെ മിക്കവാറും എന്താണ് ഡിസംബർ 1 തന്നെ നടത്താനാണ് സാധ്യത. ഓക്കെ, റെഡി. യെസ്, അപ്പൊ അതിനു മുൻപ് മക്കളോട് എല്ലാവരും നമ്മുടെ +1 കൊമേഴ്സിന്റെ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഡിസംബർ 26 നമ്മൾ അത് ലോഞ്ച് ചെയ്യുക, നമ്മുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മളെ എന്താണ് പബ്ലിക് എക്സാമിന് വേണ്ടി അടിപൊളിയായിട്ട് പഠിക്കണം, നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കളുണ്ടാവും. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ +1 കൊമേഴ്സിന്റെ ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, വെറും 1,999 ആണ് ഫീ വരുന്നുണ്ടാവുക. അപ്പം ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോളുക. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ടല്ലോ, ടൈം വളരെ കുറവാണ്, നിങ്ങൾക്കറിയാലോ. റെഡി? അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മുടെ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. ഇന്ന് അതിനെക്കുറിച്ച് സാർ ഒരു എക്സ്ട്രാ വീഡിയോ തന്നെ, ലോഞ്ചിങ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, എന്തെല്ലാം കാര്യങ്ങൾ മക്കൾക്ക് അതിലൂടെ കിട്ടും, എപ്പോൾ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ച് തീർക്കും എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് സാറ് പറഞ്ഞിട്ടുണ്ട്. ഡിസംബർ 26 നമ്മളത് സ്റ്റാർട്ട് ചെയ്യും. ഫെബ്രുവരി 10 ആകുമ്പോഴേക്കും നിങ്ങളെ പക്ക പബ്ലിക് എക്സാമിന് വേണ്ട മെറ്റീരിയൽ ആക്കി നമ്മൾ മാറ്റിയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ക്രാഷ് ബാച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ആ കാര്യം മറക്കണ്ട. ജോയിൻ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ യസദാ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് +1 പബ്ലിക് എക്സാം അറ്റൻഡ് ചെയ്യുക. മാക്സിമം മാർക്ക് നമുക്ക് ഈ വർഷം വാങ്ങേണ്ടതുണ്ട്. അതിന്റെ ഒരു തുടക്കമാണ് നമ്മുടെ ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത്. അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പഠിക്കണം, സെറ്റായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യണം. ഓക്കെ അല്ലേ? റെഡി? യെസ്. അങ്ങനെയെങ്കിൽ മക്കളെ നമ്മൾ പോവുകയാണ് നമ്മുടെ ചാപ്റ്ററിലേക്ക്. നമ്മുടെ ബിസിനസ് സ്റ്റഡീസിലെ 4ാമത്തെ ചാപ്റ്റർ ബിസിനസ് സർവീസ്. ഓക്കെ, റെഡി അല്ല എല്ലാവരും? യെസ്, ദിനിഷ ജോയിൻ ചെയ്തു സാർ, ബാച്ചിൽ ജോയിൻ ചെയ്തു. യെസ്, ഇത് നമ്മൾ ബാച്ചിന്റെ കാര്യമല്ല പറഞ്ഞിട്ടുള്ളത്, ക്രാഷ് ബാച്ചിന്റെ ആണ്, എക്സ്ട്രാ ബാച്ച്. ഓക്കെ, നമ്മുടെ ക്ലൈമാക്സ് അല്ലെ, ഈ വർഷത്തെ ലാസ്റ്റിലേക്ക് നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ വീണ്ടും പഠിപ്പിക്കാൻ പോവാണ്. അത് യെസ് ക്രാഷ് ബാച്ച് ആയിട്ട്, ഒരു റിവിഷൻ ബാച്ച് ആയിട്ട് നമ്മൾ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റെഡി? ബാച്ചിലുള്ള കുട്ടികൾക്ക് അത് വേണമെന്നില്ല. കാരണം യെസ് നിങ്ങൾക്ക് സെറ്റായിട്ട് നമ്മളെല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ടും എല്ലാം അത് തന്നെയാണ്. അത് എക്സാമിനോട് അടുപ്പിച്ച് ലാസ്റ്റ് ടൈമിൽ യെസ് നമ്മൾ ക്രാഷ് ബാച്ച് എന്നുള്ള രീതിയിൽ വീണ്ടും സെറ്റ് ചെയ്യാൻ പോവാണ്. പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന മക്കൾ ഒരുപാട് പേരുണ്ടാവും അല്ലേ? യെസ്, ഈ ലാസ്റ്റ് ടൈം കൊണ്ട് നിങ്ങളെ നമ്മളത് കംപ്ലീറ്റ് പഠിപ്പിച്ചിരിക്കും സെറ്റായിട്ട്. അതാണ് ക്രാഷ് ബാച്ച്.
റെഡി സാറേ സുഖല്ലേ? ഓ യെസ് ആർദ്ര, പിന്നെ അല്ല സെറ്റ് സെറ്റ് സെറ്റ്. അപ്പൊ സാർ അത്തിരി വെള്ളം കുടിച്ചിട്ട് അങ്ങോട്ട് ഐശ്വര്യമായിട്ട് നമുക്ക് തുടങ്ങാം. റെഡി? ഓക്കെ. അപ്പം ബിസിനസ് സർവീസ് റെഡി അല്ലേ മക്കളെ? എല്ലാവരും റെഡി അല്ലേ? ബിസിനസ് സർവീസ് ചാപ്റ്റർ നമുക്ക് പഠിക്കാൻ പോവാണ്. ഓക്കെ, ഫസ്റ്റ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ട കാര്യം എന്താണ്? യെസ് സാർ മിസ് എവിടെ? മിസ് യെസ് മറ്റൊരു ലൈവിലാണ്. ഓക്കെ റെഡി? അപ്പൊ മക്കളെ പറഞ്ഞേ, ആദ്യം തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട കാര്യം എന്താണ്? എന്താണ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ളതല്ലേ? യെസ്. അപ്പൊ പറഞ്ഞേ, എന്താണ് സർവീസ് എന്ന് പറഞ്ഞാൽ? സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, എന്താണ് സർവീസ് എന്ന് പറഞ്ഞാൽ? യെസ്, എന്താണ്? സർവീസ് ഈസ് an activity or benefit offered by one party to another. That is essentially intangible and does not result in ownership of anything. Service are provided to meet customers' need or fulfill ഡിമാൻഡ്. നമ്മൾ പറഞ്ഞാണല്ലോ എന്താണ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടിവിറ്റി ആണ്. റെഡി? ഒരു ബെനിഫിറ്റ് ആണ് നമ്മൾ മറ്റൊരു വ്യക്തിക്ക് ഓഫർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി. അല്ലെ? അത് എങ്ങനെയുള്ളത്? ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഉടമസ്ഥതയിൽ വെക്കാൻ പറ്റാത്ത ഒരു ആക്ടിവിറ്റി ആണ്. റെഡി? മറ്റൊരു വ്യക്തിയുടെ ആവശ്യങ്ങളെ അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റൊരാൾക്ക് ഓഫർ ചെയ്യുന്ന ആ ഒരു ബെനിഫിറ്റിനെ അല്ലെങ്കിൽ ബെനിഫിറ്റ് ആയിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റിയെ നമുക്ക് എന്ത് പറയാം? സർവീസ് എന്ന് പറയാം. അല്ലേ? യെസ്. അപ്പൊ എന്താണ്? ബാങ്കിങ്ങും ടീച്ചിങ്ങും ട്രാൻസ്പോർട്ടേഷനും ഹെൽത്ത് കെയർ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? സർവീസുകൾക്ക് എക്സാമ്പിൾ ആണ്. നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കേണ്ട കാര്യം. ഓക്കെ, യതുണ്ടോടാ? യതു വന്നിട്ട് എന്തിനാണിത് അനാമികനൊക്കെ വിളിക്കുന്നത്? ഇവനെയും കൊണ്ട് ശ്രദ്ധിക്കണം, അവളെ അനാമികൊക്കെ വരും. ഓക്കെ റെഡി? സർവീസ് ഓർത്ത് വെച്ചോളാ, ഇമ്പോർട്ടന്റ് ആണ്. സർവീസ് എന്ത് എന്നുള്ളതൊക്കെ 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരും. മക്കളെ പഠിച്ചു വെച്ചോളാ. റെഡി? അപ്പൊ സർവീസ് എന്താന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? യെസ്, സർവീസിന്റെ എന്താ? നേച്ചർ ഓഫ് ബിസിനസ് നാളെ. ഓക്കെ സോറി, നേച്ചർ ഓഫ് സർവീസ്. ഓക്കെ, സർവീസിന്റെ നാച്ചർ, എന്തെല്ലാം സ്വഭാവമാണ് ഒരു സർവീസിനുള്ളത് നമുക്ക് പഠിക്കണം മക്കളെ. ഇമ്പോർട്ടന്റ് ആണ്. യെസ്, 5 പോയിന്റുകളുണ്ട്. ഒന്നാമത്തെ എന്താ? ഇൻടാഞ്ചിബിലിറ്റി. നമുക്ക് കാണാനോ തൊടാനോ പറ്റുന്ന ഒരു ഐറ്റം ആണോ സർവീസ് എന്ന് പറഞ്ഞാൽ? നമുക്കിതാ ഇതുപോലെ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ സർവീസിനെ? ഇല്ല, അല്ലെ? യെസ്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. എന്താണ്? ഇൻടാഞ്ചിബിലിറ്റി ആണ്. അല്ലെ? സർവീസ് cannot be touched or seen, only experienced. അല്ലെ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നോക്കിക്കോ, എ ഡോക്ടർ ട്രീറ്റ്മെന്റ് കാൻ ബി ഫെൽറ്റ് ലൈക്ക് എ പ്രൊഡക്റ്റ്. അല്ലെ? ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് നമുക്ക് ഒരു പ്രൊഡക്റ്റ് ആയി ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ദ ക്വാളിറ്റി ഈസ് ജഡ്ജ്ഡ് ആഫ്റ്റർ ദ യൂസ് ആൻഡ് പ്രൊവൈഡ് മസ്റ്റ് എൻഷുർ എ ഗുഡ് എക്സ്പീരിയൻസ് ഫോർ ദ കസ്റ്റമർ. അതെന്തേ ചെയ്യാൻ പറ്റൂ? നമുക്ക് ഫീൽ ചെയ്ത് അറിയാനേ പറ്റുള്ളൂ. അല്ലെ? എന്നിട്ടോ അത് കിട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് അതിനെ ജഡ്ജ് ചെയ്യാം. അതിന്റെ ക്വാളിറ്റിയെ നമുക്ക് ജഡ്ജ് ചെയ്യാം. റെഡി? അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് അറിയാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ് ഏത്? സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെഡി? ഇറ്റ്സ് കാൻ ബി ടച്ച്ഡ് ഓർ സീൻ. റെഡി അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് നേച്ചർ എന്താ? ഇൻകൺസിസ്റ്റൻസി ആണ്. ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഐറ്റം ആണോ? നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ് മക്കളെ, ഓർത്ത് വെച്ചോളാം. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് മക്കൾക്ക്. ഇതിന് മുൻപ് നമ്മൾ എന്താ വൺ ഷോട്ട് ഈ ചാപ്റ്റർ തന്നിട്ടുണ്ട് അല്ലെ? നമ്മൾ അപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട്. റെഡി? യെസ്. എന്താണ്? ഇൻകൺസിസ്റ്റൻസി. കൺസിസ്റ്റന്റ് അല്ല, അല്ലെ? ബിക്കോസ് എന്താണ്? സർവീസ് ആർ നോട്ട് ഓൾവേസ് ദ സെയിം ബിക്കോസ് they depend on each customer's need and expectation. ഓരോ വ്യക്തിക്ക് അനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് എന്താണ്? നമ്മുടെ സർവീസുകൾ മാറ്റിക്കൊണ്ടിരിക്കണം. ഓക്കെ സാർ, ചായ കുടിച്ചോന്ന്? ചായ കുടിച്ചിട്ടില്ല സാർ. ഇതാ ഒരു പഴം കഴിച്ചു, അതിന്റെ തൊലി ഇതാ അവിടെ ഉണ്ട്. കണ്ട, ഒരു പഴം കഴിച്ചിട്ട് കയറിയതാ സാർ. ഓക്കെ റെഡി സെറ്റ്. എന്നിട്ട് കുറച്ച് പച്ചവെള്ളം കുടിച്ചു, വെള്ളം. സെറ്റ് അല്ലേ? അപ്പൊ എന്താ? ഓരോ വ്യക്തിക്ക് അനുസരിച്ച് അവരുടെ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ എന്താ നീഡ്സിനനുസരിച്ച് എന്താ
മാറിക്കൊണ്ടിരിക്കും എന്തെന്ന് ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ അല്ലെ. സിൻസ് ദർ ഈസ് നോ ഫിക്സ്ഡ് എന്താ പ്രൊഡക്റ്റ് സർവീസ് മസ്റ്റ് ബി ചേഞ്ച്ഡ് ഈച്ച് ടൈം ടു സ്യൂട്ട് ദ കസ്റ്റമർ അല്ലെ. ഒരു കസ്റ്റമർക്ക് സ്യൂട്ട് ആവുന്ന രീതിയിൽ നമുക്ക് എന്താ ടൈം ടു ടൈം അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ സർവീസിന്റെ സെക്കൻഡ് നാച്ചർ എന്താണ് ഇൻകൺസിസ്റ്റൻസി ആണ് അല്ലെ, കൺസിസ്റ്റന്റ് അല്ല. ദെൻ അങ്ങനെ തേർഡ് എന്താ ഇൻസെപ്പറബിലിറ്റി. സെപ്പറേറ്റ് ആക്കാൻ പാടില്ല. എന്തിനെ? വേറെ അല്ല. എന്ത്? ശ്രദ്ധിച്ചോ. സർവീസ് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് കൺസ്യൂംഡ് അറ്റ് ദ സെയിം ടൈം. അതാണ് എന്താ ഒരു സർവീസ് ഉണ്ടാവുന്നതും അത് കൺസ്യൂം ചെയ്യുന്നതും ഒരേ സമയത്താണ് അല്ലെ. ഈവൻ വിത്ത് ടെക്നോളജി ലൈക്ക് ATM റീപ്ലേസിംഗ് പീപ്പിൾ, കസ്റ്റമർ ഇന്ററാക്ഷൻ ഈസ് സ്റ്റിൽ ഇമ്പോർട്ടന്റ് അല്ലെ. പക്ഷെ എന്താണ് ഒരു സർവീസ് കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പുതിയൊരു മെഷീൻ ഒക്കെ വരുന്ന ടെക്നോളജി അല്ലെ, അതായത് ATM ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടി ആ ATM നമുക്കൊരു സർവീസ് തരുമ്പോഴും അവിടെ എന്ത് വേണം? അവിടെ എന്ത് വേണം? കൺസ്യൂമറുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ എന്താണ് ഒരു സർവീസ് കൺസ്യൂം ചെയ്യപ്പെടുന്നതും ആ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതും ഒരേ ടൈമിലാണ് അല്ലെ. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഇത് രണ്ടും സെപ്പറേറ്റ് അല്ല. ഓർത്ത് വെക്കുക. റെഡി? അങ്ങനെയെങ്കിൽ നാലാമത്തെ പോയിന്റ് എന്താ ഇൻവെന്ററി സ്റ്റോക്ക്. നമുക്കൊരു സർവീസ് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുമോ? സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. യെസ്, ദ സർവീസ് cannot be stored for future use because they have no physical form. ഒരു ഫിസിക്കൽ ഫോം ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ് അതിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല അല്ലെ. they must be provided when customer need them അല്ലെ. ഒരു കസ്റ്റമർക്ക് ആവശ്യമുള്ളപ്പോൾ അത് കൊടുക്കുക മാത്രമാണ് ചെയ്യുക. unlike goods, service are perishable and can't be saved for later. അതെന്താണ് നമുക്ക് ഭാവിയിലേക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ഐറ്റം അല്ല. നാലാമത്തെ പോയിന്റ് ഇൻവെന്ററി. ദെൻ അഞ്ചാമത്തെ പോയിന്റ് എന്താ ഇൻവോൾവ്മെന്റ്. നമ്മൾ പറഞ്ഞല്ലോ കസ്റ്റമറുടെ ഒരു ഇൻവോൾവ്മെന്റ് അല്ലെ. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർവീസ് ഈസ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ കസ്റ്റമർ ഇൻ ദ സർവീസ് ഡെലിവറി പ്രോസസ്. എ കസ്റ്റമർ ഹാസ് ദ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ദ സർവീസ് മോഡിഫൈഡ് അക്കോർഡിംഗ് ടു സ്പെസിഫിക് റിക്വയർമെന്റ് അല്ലെ. നമ്മൾ പറഞ്ഞു എന്താണ് ഒരു സർവീസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതും അത് കൺസ്യൂം ചെയ്യപ്പെടുന്നതും ഒരേ സമയത്താണ്. സോ അതുകൊണ്ട് തന്നെ ഒരു കൺസ്യൂമറുടെ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ഒരു ഇൻവോൾവ്മെന്റ് എപ്പോഴും എവിടെ ഉണ്ടാവും? ഒരു സർവീസിന്റെ കൂടെ ഉണ്ടാവും അല്ലെ. അയാൾക്ക് വേണ്ട ടൈമിൽ അല്ലെങ്കിൽ എന്താണ് വേണ്ടതുപോലെ അത് കിട്ടണം. അതിലേക്ക് എന്താണ് അയാൾക്ക് വേണ്ട രീതിയിൽ എന്താണ് ആ ഒരു ടൈമിൽ അതിനെ ആ സർവീസിന് എന്ത് ചെയ്യാൻ പറ്റും? മോഡിഫൈ ചെയ്യാൻ പറ്റും. സോ പാർട്ടിസിപ്പേഷൻ ഓഫ് കസ്റ്റമർ അല്ലെങ്കിൽ കസ്റ്റമറുടെ ഇൻവോൾവ്മെന്റ് എവിടെ ഉണ്ടാവും? ഒരു സർവീസിൽ എപ്പോഴും ഉണ്ടായിരിക്കും. റെഡിയാണോ? ഇത്രയാണ് ഏത് സർവീസിന്റെ എന്തായിട്ട് നാച്ചുറൽ ആയിട്ട് മക്കൾ ഓർത്ത് വെക്കേണ്ടത്. ഓരോ നാച്ചുറും ചിലപ്പോൾ എന്താ 2 മാർക്കിനൊക്കെ ചോദിക്കും കേട്ടോ. മക്കളോട് എഴുതാൻ പറയും ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്. റെഡി? അപ്പൊ കൃത്യമായിട്ട് എഴുതി കൊടുക്കണം. സർവീസ് എന്താണ്? സർവീസിന്റെ നാച്ചുറൽ എന്താണ്? സർവീസ് വാട്ട് യു മീൻ ബൈ സർവീസ് എക്സ്പ്ലെയിൻ ചെയ്യൂ എന്നൊക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പം സർവീസ് എന്താന്ന് എഴുതി കൊടുക്കുക. നമ്മൾ പറഞ്ഞ കാര്യം. ദെൻ ഈ ഒരു നാച്ചുറൽ മക്കൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കണം. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? റെഡി? അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് പോകാനുള്ളത് മെയിൻ ആയിട്ടുള്ള നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് കടക്കാൻ പോവാണ്. മെയിൻ പോർഷനിലേക്ക് കടക്കാൻ പോവാണ് അല്ലെ. ഈ സർവീസിന്റെ ടൈപ്സുകളെ കുറിച്ച് നമുക്ക് പഠിക്കണം അല്ലെ. സർവീസിന്റെ ടൈപ്സ് അല്ലെ. 3 ടൈപ്പ് സർവീസുകളാണ് നമുക്കുള്ളത്. ഏതൊക്കെ? ഒന്ന് ബിസിനസ് സർവീസ്, നമ്മുടെ ഈ ചാപ്റ്ററിന്റെ പേര്. സെക്കൻഡ് എന്താ? സോഷ്യൽ സർവീസ്. ദെൻ എന്താ? പേഴ്സണൽ സർവീസ്. ഓക്കെ സാർ? ദിനിഷ. ഓക്കെ, അപ്പം 3 ടൈപ്പ് സർവീസുകളാണ് എന്തുള്ളത് നമ്മളെ നമ്മൾക്ക് അല്ലെങ്കിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സർവീസുകളെ 3 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ബിസിനസ്, സോഷ്യൽ ആൻഡ് പേഴ്സണൽ. ഓക്കെ, അപ്പൊ ഓരോന്നും നമുക്ക് പഠിക്കണം. വാട്ട് ഈസ് ബിസിനസ് സർവീസ്? എന്താ ബിസിനസ് സർവീസ് എന്ന് പറഞ്ഞാൽ? ഒരു ബിസിനസ് കൺസേൺ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്ന, അവർക്ക് ആ ബിസിനസ് നടത്തിക്കൊണ്ട് പോവാൻ അവർ യൂസ് ചെയ്യുന്ന എല്ലാ സർവീസുകളെയും നമുക്ക് എന്ത് പറയാം? ബിസിനസ് സർവീസുകൾ എന്ന് പറയാം. Ready alle? The business service are those services which are used by business enterprises for the conduct of their activity. അല്ലെ, അവർക്ക് അവരുടെ ആക്ടിവിറ്റി ചെയ്ത് മുന്നോട്ട് പോവാൻ സെറ്റ് ആയിട്ട് അല്ലെ അവർക്ക് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള എല്ലാ സർവീസുകളെ എന്താണ്? ബിസിനസ് സർവീസുകൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? റെഡി? എന്തൊക്കെ എക്സാമ്പിൾ? ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ്, കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ എല്ലാം നമുക്ക് പഠിക്കാറുണ്ട്. ഫുള്ള് മൂഡ് ഓഫ്. വാട്ട് ഹാപ്പൻ മാൻ? എന്ത് പറ്റിയടാ മൂഡ് ഓഫ് ആവാൻ? എന്ത് പറ്റി മൂഡ് ഓഫ് ആവാൻ മക്കളെ? മക്കളെ, നിങ്ങളെ ഫ്രണ്ട്സിനെയൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ.
നിങ്ങളെ കംപ്ലീറ്റ് കൊമേഴ്സ് ഫ്രണ്ട്സിനും സ്കൂളിലെ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. എന്നിട്ട് വരാൻ പറ മക്കളോട്, ഇരുന്ന് പഠിക്കാൻ പറ. കമോൺ. യെസ്. എന്താ മിസ്സിന്റെ ലൈവ് പറ സാറേന്നോ? മിസ്സിന്റെ ലൈവോ? എടാ മിസ്സിന് ഇന്ന് 2-ലോ 3-ലോ എങ്ങനെ ലൈവ്? ഓ മിസ്സിനെ നോക്കി നിൽക്കുക. ഈശ്വര എന്ത് ചെയ്യാനാ? ഞാൻ പറയാം, രണ്ടു മിസ്സിനോട് പറയാം. ഇവിടെ ആൾക്കാരുണ്ട് കാത്തു നിൽക്കുന്നത്. റെഡി? യെസ്. അങ്ങനെയെങ്കിൽ മക്കളെ വന്നിട്ടുള്ള മക്കളൊക്കെ ഒന്ന് ലൈക്ക് നോക്കട്ടെ. എല്ലാവരും നിർബന്ധമായിട്ടും പ്ലീസ്. റെഡി? യെസ്. അപ്പൊ ബിസിനസ് സർവീസുകൾ ഓർത്ത് വെക്കുക. ദെൻ സെക്കൻഡ്, സോഷ്യൽ സർവീസ്. എന്താ സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോഷ്യൽ സർവീസ് എന്താ? ഒരു സൊസൈറ്റിക്ക് വേണ്ടി ഉള്ള സർവീസുകളാണ് അല്ലെ? സോഷ്യൽ സർവീസ് ആർ ഓഫേർഡ് voluntarily to achieve social goals like improving living standard, education, health care for the needy. Okay, they are often provided to NGOs or government agencies, usually to low cost of cover expenses. അറിയാലോ? ഓ യെസ്. ദേവു അഭിനവ്. എന്താ സംഭവം? സാറേ ഇനി ആർക്കും വേണ്ട പോലും. സാറിനെ ഇല്ല, സാർ ഇവിടെ പൊട്ടിക്കരയുന്നില്ല. ഓക്കെ, ശ്രദ്ധിച്ചോ. ഓക്കെ, അപ്പൊ എന്താ സോഷ്യൽ സർവീസ് അല്ലെ? എന്താണ്? ഒരു സൊസൈറ്റിക്ക്, നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു സൊസൈറ്റിക്ക് യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ആവശ്യമുള്ള സർവീസുകളെ എന്ത് പറയും മക്കളെ? എന്ത് പറയും? യെസ്, സോഷ്യൽ സർവീസ് എന്ന് പറയും അല്ലെ? ഒരു KSRTC ഒരു എക്സാമ്പിൾ ആണ്, ഒരു സ്കൂൾ ഒരു എക്സാമ്പിൾ ആണ്, ഒരു ഹോസ്പിറ്റൽ ഒരു എക്സാമ്പിൾ ആണ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? സോഷ്യൽ സർവീസുകൾക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് വേണം സാർ. മതി എന്നാ മതി. ഓക്കെ, സെറ്റ്. സന്തോഷായി. മതി. സാറ് കൃതാർത്ഥനായി. റെഡി? യെസ്. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത സർവീസ് അതാ പേഴ്സണൽ സർവീസ് ആണ്. റെഡി? പേഴ്സണൽ സർവീസ് ആ പേരിൽ തന്നെ ഉണ്ടല്ലോ. എന്താണ് പേഴ്സണൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പറഞ്ഞേ എന്താണ്? ഒരു വ്യക്തിക്ക് സാർ ഒന്നുമില്ല. ഓക്കെ ഒന്നുമില്ല. യെസ്. എന്താണ്? ഒരു വ്യക്തിക്ക് അല്ലെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള സർവീസുകളെ നമുക്ക് എന്ത് പറയാം? പേഴ്സണൽ സർവീസ് എന്ന് പറയാം. അതെന്താണ്? പലർക്കും പലതും ആയിരിക്കും അല്ലെ വേണ്ടി വരിക. ശ്രദ്ധിച്ചോ. പേഴ്സണൽ സർവീസ് ആസ് ദോസ് സർവീസ് വിച്ച് ആർ എക്സ്പീരിയൻസ്ഡ് ഡിഫറently ബൈ ഡിഫറെന്റ് കസ്റ്റമേഴ്സ്. ആണല്ലോ, ഡിഫറെന്റ് ആളുകൾക്ക് ഡിഫറെന്റ് സർവീസുകളായിരിക്കും വേണ്ടി വരിക. ഓക്കെ, ദ സർവീസ് കനോട്ട് ബി കൺസിസ്റ്റന്റ് ഇൻ നാച്ചർ. അതെന്താണ്? യെസ്, കൺസിസ്റ്റന്റ് അല്ല. കാരണം എന്താ? പല ആളുകളുടെയും ആവശ്യങ്ങൾ പലതായിരിക്കും. ദേ വിൽ ഡിഫറെന്റ് ഡിപെൻഡിങ് അപ്പോൺ ദ സർവീസ് പ്രൊവൈഡർ. ദെൻ അതുപോലെ തന്നെ എന്താണ്? അത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾക്കനുസരിച്ചും എന്ത് ചെയ്യുന്നു? മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? ദേ വിൽ ഓൾസോ ഡിപെൻഡ് അപ്പോൺ ദ കസ്റ്റമർ പ്രിഫറൻസ് ആൻഡ് ഡിമാൻഡ്. കസ്റ്റമറുടെ പ്രിഫറൻസും ഡിമാൻഡ് അനുസരിച്ചും അതെന്തായിക്കൊണ്ടിരിക്കുന്നു? മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏത്? നമ്മുടെ പേഴ്സണൽ സർവീസുകൾ. അപ്പൊ അതിന് എക്സാമ്പിൾ എന്തൊക്കെയായിരിക്കും? യെസ്, നമ്മളൊരു ടൂറിസം പറയാം, പിന്നെയോ റീക്രിയേഷണൽ സർവീസ് പറയാം, റെസ്റ്റോറന്റ് പറയാം അല്ലെ, നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകുന്നു അത് പറയാം. എല്ലാം നമുക്ക് എന്തിന് എക്സാമ്പിൾ ആണ്? യെസ്, ഒരു പേഴ്സണൽ സർവീസുകൾക്ക് എക്സാമ്പിൾ ആണ്. സെറ്റ് അല്ലേ? അപ്പൊ സർവീസുകൾ നമ്മൾ പറഞ്ഞു, സർവീസിന്റെ നാച്ചുറൽ നമ്മൾ പറഞ്ഞു, 3 ടൈപ്പ് ഓഫ് സർവീസുകൾ നമ്മൾ പറഞ്ഞു: ബിസിനസ്, പേഴ്സണൽ, സോഷ്യൽ. റെഡി? അപ്പൊ ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? നമുക്കിതൊന്നല്ല വേണ്ടത്. നമുക്ക് ആരെ മാത്രം മതി? പറഞ്ഞേ, ആരെ മാത്രം മതി നമുക്ക്? യെസ്, നമ്മുടെ ബിസിനസ് സർവീസുകളെ മാത്രം മതി. നമുക്ക് പഠിക്കാനുള്ളത് ഏത് മാത്രമാണ്? ബിസിനസ് സർവീസുകൾ മാത്രമാണ്. അല്ലാതെ പേഴ്സണൽ സർവീസ് വേണ്ട, സോഷ്യൽ സർവീസും വേണ്ട. നമുക്ക് പഠിക്കാനുള്ളത് ഏത് മാത്രം? എന്താ? ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് ഏത് മാത്രം? ബിസിനസ് സർവീസുകൾ മാത്രം. ഇത് രണ്ടും നമുക്ക് എന്താ പഠിക്കാനില്ല, ജസ്റ്റ് ഓർത്ത് വെക്കുക മാത്രം ചെയ്യാം. റെഡി? അപ്പോൾ നമുക്കറിയാം നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിസിനസ് സർവീസുകളെ കുറിച്ചാണ്. ഏതൊക്കെയാണ് ബിസിനസ് സർവീസുകൾ എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതൊക്കെയാ? ബാങ്കിങ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, വെയർ ഹൗസിംഗ് ഉണ്ട്. റെഡി? കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ ഉണ്ട്. റെഡി? ഇതിന് ഓരോന്നിനെ കുറിച്ചും നമ്മൾ പഠിക്കാൻ പോവാണ്. സെറ്റ് അല്ലേ മക്കളെ? റെഡി അല്ലേ എല്ലാരും? ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയെങ്കിൽ ബാങ്കിങ്. പറഞ്ഞേ, ബാങ്കിങ് എന്താണ്? ബാങ്കിങ് അറിയാലോ. എന്താണ് ബാങ്കിങ്? A banking company in India accept money from the public deposit, okay, which can be withdrawn on demand and lend it to earn profit. ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്?
പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ടോ ആ പബ്ലിക്കിന് ആവശ്യമുള്ള സമയത്ത് അതെന്താ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. then എന്താണ് lend it to earn profit. പിന്നെയോ പ്രോഫിറ്റിന് വേണ്ടി ആ ഫണ്ട് എന്ത് ചെയ്യുന്നു? കടം കൊടുക്കുന്നു. അതാണ് എന്തെന്ന് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ, ബാങ്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ബാങ്ക് ബൂസ്റ്റ് economic activity by mobilizing savings, funding businesses and offering financial services like interest, discount and commission. റെഡി? എന്തുകൂടെ ചെയ്യുന്നു ബാങ്ക്? ബൂസ്റ്റ് എക്കണോമിക് ആക്ടിവിറ്റി അല്ലെ നമ്മുടെ എന്താണ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റിയെയും കൂടെ ആര് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്? ബാങ്ക് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ? ബൈ മൊബിലൈസിങ് എന്താ സേവിങ്സ്, നമ്മുടെ സേവിങ്സ് അല്ലെ അത് കൂട്ടുന്നു. അതിന്റെ കൂടെയോ ബിസിനസിനൊക്കെ ഫണ്ട് കൊടുക്കുന്നു. പിന്നെയോ മറ്റ് ഫിനാൻഷ്യൽ സർവീസുകൾ ഓഫർ ചെയ്യുന്നു അല്ലെ, ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ ഡിസ്കൗണ്ട്, കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആര്? ബാങ്ക്. റെഡി? ഒരു ബാങ്ക് എന്ത് എന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റൂലേ മക്കളെ? സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ബാങ്കിന് നമുക്ക് പഠിക്കാനുള്ള ഐറ്റം എന്തൊക്കെയാണ്? ബാങ്കിന്റെ ടൈപ്പുകളാണ്. 4 ടൈപ്പ് ബാങ്കുകളെ മക്കളെ ഓർത്ത് വെച്ചൂടാ. ഏതൊക്കെയാ? കൊമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക് ആൻഡ് സെൻട്രൽ ബാങ്ക്. റെഡി? 4 ടൈപ്പ് ബാങ്കുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് കൊമേഴ്ഷ്യൽ ബാങ്കിനെ കുറിച്ച് മാത്രമാണ്. പക്ഷെ ഇത് 4 മക്കൾ ബാങ്കിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് പഠിച്ച് പോയിന്റ് ആയിട്ട് എഴുതണം. ബാങ്കിന്റെ ടൈപ്പ് എന്നതൊക്കെയാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക് ആൻഡ് സെൻട്രൽ ബാങ്ക്. ഓക്കെ അല്ലേ? ഓ ദേവു, യദു സാറേ പോയി. സെറ്റ് റെഡിയല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് പോകേണ്ടത് എങ്ങോട്ടാ? കൊമേഴ്ഷ്യൽ ബാങ്കിനെ കുറിച്ച് പഠിക്കാനാണ്. അതിലെ ഒന്നാമത്തെ ടൈപ്പ് കൊമേഴ്ഷ്യൽ ബാങ്ക്. എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ? വാണിജ്യ ബാങ്ക്. എന്താ വാണിജ്യ ബാങ്ക് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, നമ്മളിപ്പോ ബാങ്കിൽ എന്ത് പറഞ്ഞു അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിച്ചോ? എന്താ കൊമേഴ്ഷ്യൽ ബാങ്ക്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡീലിംഗ് ഇൻ മണി, പൈസ ഡീൽ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ഗവേൺഡ് ബൈ ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ഓക്കെ, ഇത് ഏത് റെഗുലേഷൻ പ്രകാരം? നിയമപ്രകാരം ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരമാണ്. അക്കോർഡിംഗ് ടു ഇച്ച് ബാങ്കിങ് മീൻസ്. ഓക്കെ, അപ്പൊ ഈ ഒരു റെഗുലേഷൻ പ്രകാരം എന്താണ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം എവിടുന്ന്? പബ്ലിക്കിൽ നിന്നും, ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. എന്തിനാണ്? പബ്ലിക്കിൽ നിന്നും എന്താ ഫണ്ട് ഡെപ്പോസിറ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്തിന്? ഇൻവെസ്റ്റ് ചെയ്യാനും അത് കടം കൊടുക്കാനും. ഇവന്റെ മൂഡ് കുറെ നേരമായല്ലോ പോയിട്ട്. തിരിച്ചു വരൂ, വിളിക്കൂ. മൂടെ തിരിച്ചു വരൂ, വിളിക്കൂ. ഓക്കെ, അപ്പൊ ഈ കൊമേഴ്ഷ്യൽ ബാങ്കിനെ നമുക്ക് എന്താക്കാം? 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തേതാ പബ്ലിക് സെക്ടർ ആൻഡ് സെക്കൻഡ് എന്താ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. ഓക്കെ, പബ്ലിക് സെക്ടർ ബാങ്ക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. ഓക്കെ, കൊമേഴ്ഷ്യൽ ബാങ്കിനെ നമ്മൾ 2 ആയി തിരിച്ചിട്ടുണ്ട്. പബ്ലിക് സെക്ടർ ബാങ്ക് എന്നും പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്നും. അപ്പൊ പറഞ്ഞേ, എന്താണ് പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് പബ്ലിക് സെക്ടർ ബാങ്ക്? വാട്ട് ഈസ് പബ്ലിക് സെക്ടർ ബാങ്ക്? പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിച്ചോ? പബ്ലിക് സെക്ടർ ബാങ്ക് ആർ ദോസ് ഇൻ വിച്ച് ദ ഗവൺമെന്റ് ഹാസ് എ മേജർ സ്റ്റേക്ക് ആൻഡ് ദേ യൂഷ്വലി നീഡ് ടു എംഫസൈസ് ഓൺ ദ സോഷ്യൽ ഒബ്ജക്റ്റീവ് ദാൻ ഓൺ പ്രോഫിറ്റബിലിറ്റി. റെഡി? എന്താ പറഞ്ഞിട്ടുള്ളത്? പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? എന്താണ്? വിച്ച് ഗവേൺഡ് ബൈ government അല്ലെ, അണ്ടർ ഗവൺമെന്റ്, വിച്ച് ദ ഗവൺമെന്റ് ഹാസ് ദ മേജർ സ്റ്റേക്ക് അല്ലെ. അതെ, ഗവൺമെന്റ് ചെയ്യുന്നത് ആരാണ്? അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും അല്ലെ. ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള അല്ലെങ്കിൽ മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. റെഡി? ആൻഡ് ദേ യൂഷ്വലി നീഡ് ടു എംഫസൈസ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് അല്ലെ. അവർ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവ്സ്, ഒരു പബ്ലിക് സെക്ടർ ബാങ്കിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കും? നമ്മുടെ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആണ്. അല്ലെങ്കിൽ എന്താണ്? അല്ലാണ്ട് എന്തല്ല? പ്രോഫിറ്റബിലിറ്റി അല്ല. ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഒരു പബ്ലിക് സെക്ടർ ബാങ്കിന്റെ എക്സാമ്പിൾ ആയിട്ട് മക്കൾ ഏതൊക്കെ പറയും? SBI, കനറ ബാങ്ക്, എന്താണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്, എന്താണ് യൂണിയൻ ബാങ്ക്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും? എന്ത് എക്സാമ്പിൾ ആയിട്ട് പറയാം? പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓർത്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. റെഡി? ഓക്കെ,
യെസ്, പലരും ഇവിടെ ശ്രീനെ എങ്ങനെ വിളിക്കുന്ന സമയത്ത് സാറ് വിചാരിക്കുന്നു സാറേ സാറേ എന്നാണ് വിളിക്കുന്നതെന്ന്. ഓക്കെ, ശ്രീ എത്രയും പെട്ടെന്ന് പേര് മാറ്റേണ്ടതാണ്. ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത എന്താണ്? പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണ് അല്ലെ. പബ്ലിക് സെക്ടർ ബാങ്ക് എന്താ നമ്മൾ പറഞ്ഞു? ഗവൺമെന്റിന്റെ അണ്ടർ അല്ലെങ്കിൽ മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ സ്റ്റേക്ക് ആരായിരിക്കും? പബ്ലിക് ആയിരിക്കും. അത്തരത്തിലുള്ള ബാങ്കിനെ നമുക്ക് എന്ത് പറയാം? പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയാം. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും മക്കളെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്? ഓക്കെ സാർ, നമ്പർ ഫുൾ ആയി. ഓക്കെ, യെസ്. അപ്പൊ എന്താ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്തായിരിക്കും? യെസ്, ഒരു പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പേഴ്സന്റെ അണ്ടറിൽ ഉള്ള കമ്പനി ബാങ്ക് ആയിരിക്കും എന്തെന്ന്? പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. റെഡി? ഇതാ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആർ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ പ്രൈവറ്റ് പാർട്ടീസ്. ഓൾദോ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഓപ്പറേറ്റ് അക്കോർഡിംഗ് ടു മാർക്കറ്റ് ഫോഴ്സ്, ദേ ആർ സബ്ജക്റ്റഡ് ടു റെഗുലേഷൻ ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. യെസ്, നമ്മൾ പറഞ്ഞ എന്താണ്? മാനേജ് ചെയ്യുന്നത് ആരായിരിക്കും? ഒരു പ്രൈവറ്റ് കമ്പനിയോ അല്ലെങ്കിൽ പാർട്ടീസോ ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യെസ്, ഈ ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ അണ്ടറിലാണെങ്കിലും ഈ ഒരു എന്താണ് ബാങ്ക് അത് യെസ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് യെസ് അതിന്റെ റെഗുലേഷൻ എങ്ങനെ തന്നെയാണ്? നമ്മുടെ യെസ് റിസർവ് ബാങ്കിന്റെ അണ്ടറിൽ തന്നെയാണ്. റിസർവ് ബാങ്ക് ഓഫ് യെസ്, ഒരു സംശയം ചോദിക്കടാ. ഓക്കെ, റിസർവ് ബാങ്ക് യെസ് റൂൾ പ്രകാരം തന്നെയാണ് ഏതും വർക്ക് ചെയ്യുക, നമ്മുടെ പ്രൈവറ്റ് സെക്ടർ ബാങ്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. അപ്പൊ കുറച്ച് എക്സാമ്പിൾ നോക്കിക്കോ. നമ്മുടെ HDFC ബാങ്ക്, ICIC, ആക്സിസ് ബാങ്ക്, കൊടക് മഹീന്ദ്ര, അതും കേട്ടില്ലേ? ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾക്ക് എക്സാമ്പിൾ ആണ്. റെഡി? യെസ് മക്കളെ, യെസ് നല്ല വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ് ബിസിനസ് സർവീസ് എന്ന് പറയുന്നത്. നല്ല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കും. 10 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. അതായത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. രണ്ടാമത്തെ ചാപ്റ്റർ. സാറിന് സുഖല്ലേ സാർ? എന്താണ് കരിവാളി? സാറിന് സുഖല്ലേ? സാർ കരിവാളിച്ചു എന്നോ? എടാ കരിവാളിച്ചല്ലടാ, ഇവിടെ ലൈറ്റാണ്. കണ്ടോ, കുട്ടികൾ വരെ പഠിപ്പിച്ച് ലൈറ്റ് സെറ്റ് അല്ലടാ. ലൈറ്റ് മുഖത്തടിക്കുന്നില്ല കറക്റ്റായിട്ട്. അതുകൊണ്ടാ എന്ത് ചെയ്യാനാ? ലൈറ്റാ. ഓക്കെ, റെഡി? നീ കുറച്ചുകൂടെ ബ്രൈറ്റ്നെസ് കൂട്ടി നോക്കൂ, അപ്പൊ കാണാം. ഓക്കെ, റെഡി? യെസ്. അപ്പൊ മകളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. യെസ്. സാർ വെള്ളം കുടിച്ചോ? ഇല്ല, വെള്ളം കുടിക്കാട്ടാ ഒടിയൻ. ഓക്കെ, റെഡി? ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, സാർ ഒരു ക്യാറ്റ് ബാക്ക് ചെയ്യോ? ക്യാറ്റ് ബാക്കാ? ഓക്കെ, മക്കൾ കാണുമോ? മക്കൾ കാണൂല. പോയില്ലേ? ഇത്രല്ലേ കാണുള്ളൂ. ഇനി ഇവിടെ നിന്ന് തിരിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങാം. അപ്പൊ ചിലപ്പോൾ മക്കൾ കാണുമായിരിക്കും, അങ്ങോട്ട് നിൽക്ക്, വേറെ ആരൊക്കെ ചവിട്ടി കൂട്ടിപ്പോയി. ഓക്കെ, സെറ്റ്. റെഡി. ക്യാറ്റ് ബാക്കോ ടൈഗർ ബാക്കോ ലയൺ ബാക്കോ എന്ത് വേണമെങ്കിലും ചെയ്യും. ഒക്കെ സെറ്റ്. ഓക്കെ, അപ്പൊ പ്രൈവറ്റ് സെക്ടർ ആൻഡ് പബ്ലിക് സെക്ടർ. സാർ വെള്ളം കുടിച്ചിട്ട് ക്ലാസ് എടുക്കാം. നീ പറഞ്ഞ സ്ഥിതിക്ക് സാർ വെള്ളം കുടിച്ചോളാം. ഓക്കെ, മ്യാവ് വെച്ചില്ല എന്നോ? പോരെ സാർ? ഓറ. അതെ ഓറ. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് നോക്കേണ്ടത് ഈ കാര്യമാണ്. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ്. ബ്ലാക്ക് മാറൂ. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ്. സാർ കണ്ണൂർ എവിടെയാ? കണ്ണൂരല്ല സാർ, കോഴിക്കോടാണ്. റെഡി? ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒരു 5 നമുക്ക് പഠിക്കാണ്ട്. സിമ്പിൾ കാര്യം. ഒന്നാമത്തത് അസറ്റ് ഡെപ്പോസിറ്റ്. നമ്മൾ ഇത്രയും നേരം ബാങ്കിങ് എന്താണ് പറയുമ്പോൾ ആദ്യം പറയുന്ന വാക്കെന്താ? യെസ്, ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു അല്ലെ? അത് തന്നെയാണ് ഒരു ബാങ്കിന്റെ ആദ്യത്തെ ഫംഗ്ഷൻ. എന്താണ്? അസറ്റ് ഡെപ്പോസിറ്റ്. ബാങ്ക് അസറ്റ് ഡെപ്പോസിറ്റ് ത്രൂ കറന്റ് സേവിങ്സ് ആൻഡ് ഫിക്സഡ് അക്കൗണ്ട്. ഓക്കെ, ദിസ് ഡെപ്പോസിറ്റ് ഹെൽപ്പ് ബാങ്ക് ഗിവ് ലോൺ. അപ്പോ എന്താണ്? കറന്റ് അക്കൗണ്ട് ഉണ്ട്, സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്, ഫിക്സഡ് അക്കൗണ്ടുകൾ ഉണ്ട്. അറിയാലോ? റെഡി? അപ്പൊ ഈ അക്കൗണ്ടിലൂടെ ഒക്കെ കിട്ടുന്ന ഫണ്ടുകൾ യെസ് ബാങ്ക് എന്ത് ചെയ്യുന്നു? ലോൺ കൊടുക്കുന്നു. സാർ നോട്ടില്ലേ? നോട്ടുണ്ടല്ലോ. ഓക്കെ, റെഡി? അപ്പൊ ഓരോന്നും മക്കൾ ഓർത്ത് വെക്കണം. വാട്ട് ഈസ് കറന്റ്, വാട്ട് ഈസ് സേവിങ്സ് ആൻഡ് വാട്ട് ഈസ് ഫിക്സഡ്. കറന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കറന്റ് അക്കൗണ്ട് മണി ക്യാൻ ബി വിത്ഡ്രോൺ എനി ടൈം.
നമ്മളെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ടിനെ കറണ്ട് അക്കൗണ്ട് എന്ന് പറയും. ഒരു ലിമിറ്റും കാര്യങ്ങളും ഇല്ല. എത്ര വേണമെങ്കിലും ട്രാൻസാക്ഷൻ നടത്താം, എത്ര വേണമെങ്കിലും പൈസയൊക്കെ ഇടാം. അങ്ങനത്തെ ഒരു അക്കൗണ്ട്, ഇൻട്രസ്റ്റ് ഒന്നും കിട്ടാത്ത അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്. ദെൻ സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്. ഓക്കെ, സേവിങ്സ് അക്കൗണ്ട് ഹെൽപ്പ് പീപ്പിൾ സേവ് ആൻഡ് ബാങ്ക് ഗിവ് ഇൻട്രസ്റ്റ് ആസ് എ ഫിക്സ്ഡ് റേറ്റ്. സേവിങ്സ് അക്കൗണ്ട് എന്താ? നമ്മുടെ സേവിങ്സ് കൂട്ടാൻ വേണ്ടി അല്ലെ. യെസ്, എന്താണ്, നമുക്ക് അതിൽ നിന്നും ട്രാൻസാക്ഷൻ നടത്തുന്നതിന് ഒരു ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഒരു ദിവസം ഇത്ര എമൗണ്ടൊക്കെ എന്താണ് നമ്മൾ അതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കുറെ ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മുടെ സേവിങ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി ബാങ്ക് തരുന്ന ഒരു സർവീസാണ് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിനൊരു കൃത്യമായിട്ട് എന്തുണ്ടാവും? രാഖി, യെസ് സാർ, ഫുഡ് കഴിച്ചാ? ഇല്ല, ഫുഡൊക്കെ കഴിക്കാനേ ഉള്ളൂ. ഓക്കെ, റെഡി. അപ്പൊ എന്താ, അതിനൊരു എന്താണ്, ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ദെൻ ഫിക്സ്ഡ് അക്കൗണ്ട് ആണ്. ഫിക്സ്ഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നമുക്കറിയാം, ഒരു ഫിക്സ്ഡ് പീരീഡിലേക്ക് നമ്മൾ യെസ് എന്താണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യാണ് അല്ലെ, ഫിക്സ്ഡ് ടൈം. അപ്പൊ എന്താണ്, ഏകദേശം ചില അക്കൗണ്ടുകളിൽ നിന്ന് ആ ഒരു ടൈം കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് എന്താക്കാൻ പറ്റുള്ളൂ? ഫണ്ട് യെസ് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത ചില കേസുകളുണ്ട്, റയർ കേസസ്, നമുക്ക് എന്താ അത്യാവശ്യത്തിനൊക്കെ ഫണ്ട് യെസ് എന്താ അതിൽ നിന്നും വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അത്തരത്തിലുള്ള അക്കൗണ്ടിനെ നമുക്ക് എന്ത് പറയാം? സാർ പ്ലീസ് റിപ്ലൈ. ഓ യെസ്, അമൻ ശ്രീകുമാർ, ഓക്കെടാ. അപ്പൊ അത്തരത്തിലുള്ള അക്കൗണ്ടിന് എന്ത് പറയാം നമുക്ക്? ഫിക്സ്ഡ് അക്കൗണ്ട് എന്ന് പറയാം. ഓക്കെ, അഗ്നി, നോട്ട് രാഖി. ഓ സോറി സാറിന് ആ പേരല്ലേ അറിയുള്ളൂ, നിങ്ങൾ പറയാതെ എങ്ങനെയാ? ഓക്കെ, അഗ്നിയാണോ? എന്നാ അഗ്നി എന്നല്ലേ? അഗ്നിയല്ലേ? തീയാണ്, തീ. അതെ, അഗ്നി വന്നു, ഇവിടെ ജ്വാലയുണ്ട്. ഇത് വയ്യ സെറ്റ്. ഓക്കെ സാർ, യെല്ലോ മാറ്റുമെന്നാ? അതൊരു പോയിന്റ് ആണ്. ഓക്കെ, യെല്ലോ മാറ്റാം, അടുത്തേക്ക് മാറ്റാം. റെഡി? അപ്പൊ എന്താ, ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഡെപ്പോസിറ്റ് ഇതിൽ യെല്ലോ ആണല്ലോ അല്ലെ? യെസ്. അപ്പൊ ഡെപ്പോസിറ്റ്, ഓക്കെ, ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നു? ലെൻഡിങ് ഫണ്ട് ആണ്. എന്താ ലെൻഡിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ? നമ്മൾ കടം കൊടുക്കുക അല്ലെ. ദ സെക്കൻഡ് മേജർ ആക്ടിവിറ്റി ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് ടു പ്രൊവൈഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഔട്ട് ഓഫ് ദ മണി റിസീവ്ഡ് ത്രൂ ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റ് ത്രൂ നമുക്ക് അല്ലെങ്കിൽ ഒരു ബാങ്കിലേക്ക് കിട്ടുന്ന ഫണ്ട് യെസ് ബാങ്ക് എന്താ ചെയ്യുക? യെസ്, ഇങ്ങനെ അടച്ചുറച്ച് കൊണ്ടിരിക്കുകയാണോ? അല്ല, അതെന്ത് ചെയ്യുന്നു? ആവശ്യക്കാർക്ക് ബാങ്ക് കടമായിട്ട് കൊടുക്കുന്നു. ആ കടം കൊടുക്കുന്നതിലൂടെ കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് എന്തെന്ന്? ഒരു ബാങ്കിന്റെ വരുമാനം. സാർ പേരെന്താ? ഹാർവെസ്റ്റ്. വന്നിട്ട് 1.25 മണിക്കൂറായി, അവൻ ഇവിടെ കിടന്ന് ഡയലോഗ് അടിച്ച് ഇതുവരെ സാറിന്റെ പേര് ചോദിക്കാൻ അവന് പറ്റിയില്ല. ഇപ്പോഴാണ് അത് ബോധം വന്ന്. മതിയടാ മതി, എന്നാലും ഒടിയാ, അത് വേണ്ടായിരുന്നു. ഓക്കെ, അതല്ല പറഞ്ഞു കൊടുക്കുന്നേ അങ്ങനെ. ഓക്കെ, സെറ്റ്. അപ്പൊ എന്താ, these advances can be made in the form of overdraft, cash credit, discounting trade bills, term loan, consumer credit and miscellaneous advances ആണല്ലോ. അപ്പൊ എന്തൊക്കെ ടൈപ്പിൽ ഫണ്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫണ്ട് കടമായിട്ട് കൊടുക്കുന്നുണ്ട്? ഇഷ്ടംപോലെ പരിപാടി ഉണ്ട് അല്ലെ. ഡിസ്കൗണ്ട് ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക, ടേം ലോൺ കൊടുക്കുക, കൺസ്യൂമർ ക്രെഡിറ്റ് കൊടുക്കുക, ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കുക, ക്യാഷ് ക്രെഡിറ്റ് കൊടുക്കുക. റെഡി? അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? യെസ്, നമ്മുടെ ബാങ്ക് ഫണ്ട് അല്ലെങ്കിൽ പൈസ യെസ് കടമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓർത്ത് വെക്കുക, രണ്ടാമത്തെ ഫംഗ്ഷൻ. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ഫംഗ്ഷൻ എന്താ? ചെക്ക് ഫെസിലിറ്റി ആണ്. അറിയാലോ, ചെക്ക് ഒരു ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, ബാങ്ക് റെൻഡർ എ വെരി ഇമ്പോർട്ടന്റ് സർവീസ് ടു ദെയർ കസ്റ്റമേഴ്സ് ബൈ കളക്ടിങ് ദെയർ ചെക്ക് ഡ്രോൺ ഓൺ അതർ ബാങ്ക്സ്. ഉണ്ടല്ലോ അല്ലെ, മറ്റൊരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് എന്ത് ചെയ്യാം? എന്താ, അല്ലെങ്കിൽ എന്നാ ഒരു ബാങ്കിന് മറ്റൊരു ബാങ്കിന്റെ ചെക്ക് കളക്ട് ചെയ്തിട്ട് അതിന് ഫണ്ട് കൊടുക്കാം. റെഡി? ബാങ്ക് നൽകുന്ന ഏറ്റവും നല്ലൊരു സർവീസ് ആണ്. ദ ചെക്ക് ഈസ് ദ മോസ്റ്റ് ഡെവലപ്ഡ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ് അല്ലെ. ഒരു ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് എന്തെന്ന് നമ്മുടെ ചെക്ക് എന്ന് പറയുന്നത്. എ യുണീക് ഫീച്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ബാങ്ക് ഫോർ ദ വിഡ്രോവൽ ഓഫ് ഡെപ്പോസിറ്റ്. ആണല്ലോ, ഡെപ്പോസിറ്റ് വിഡ്രോവൽ ചെയ്യാൻ വേണ്ടിയിട്ട് യെസ് എന്താണ് ബാങ്ക് കൊടുക്കുന്ന ഒരു ഏറ്റവും നല്ലൊരു ഫീച്ചർ ആണ് അല്ലെ, ചെക്ക് ത്രൂ ഉള്ള വിഡ്രോവൽ. ദർ ആർ 2 ടൈപ്പ് ഓഫ് ചെക്ക്. അപ്പോൾ മെയിൻലി എന്താ 2 ടൈപ്പ് ചെക്കുകളുണ്ട്. മക്കളൊന്ന് ഓർത്ത് വെക്കുക. ഒന്നാമത്തെ എന്താണ്? ബിയറർ ചെക്ക് ആണ്, അതായത് വിച്ച് ആർ എൻകാഷബിൾ ഇമ്മീഡിയറ്റ്ലി അറ്റ് ദ ബാങ്ക് അക്കൗണ്ടേഴ്സ്. അപ്പൊ എന്താണ് ബിയറർ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ ചെക്ക് കൊടുത്താൽ എന്താണ് സ്പോട്ടിൽ ആ ചെക്ക് കയ്യിലുള്ള ആൾ ആരാണോ അയാൾക്ക് കയ്യിൽ എന്താണ് എമൗണ്ട് വിഡ്രോ ചെയ്തെടുക്കാം, കൊടുക്കാം അല്ലെ. പക്ഷേ അടുത്തൊരു ചെക്ക് ഉണ്ട്, എന്താ? ക്രോസ്ഡ് ചെക്ക്. എന്താണ് ക്രോസ്ഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിച്ചോ, യെസ്, വിച്ച് ആർ ടു ബി ഡെപ്പോസിറ്റഡ് ഓൺലി ഓൺ പേയ്സ് അക്കൗണ്ട്. ആണോ, ക്രോസ്ഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ചെക്കിന്റെ പിന്നിൽ ഇത് അങ്ങനെ ഒരു ക്രോസ് ആയിട്ട് എഴുതി ആർക്കാണ് നമ്മൾ ആ ചെക്ക് കൊടുക്കുന്നത് അയാളുടെ പേര് എഴുതി വെക്കും. പിന്നെ ആ ചെക്കിൽ നമ്മൾ ആരുടെ പേരാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് അയാൾക്ക് മാത്രമേ, അതും അയാളുടെ അക്കൗണ്ടിലേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു ചെക്ക് യൂസ് ചെയ്തുകൊണ്ട് ഫണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ സാർ, ക്ലാസ്സിൽ
ഇപ്പോൾ ഇന്റേണൽ ട്രേഡ് ലെസൺ റീച്ച്ഡ്. ഓക്കെ, ഇന്റേണൽ ട്രേഡൊക്കെ നമ്മൾ കത്തിച്ച് സെറ്റാക്കി കൊടുത്തു അല്ലേ, നമ്മൾ ബാച്ചിലൊക്കെ സെറ്റാക്കി. പക്ഷേ ഇന്റേണൽ ട്രേഡിൻ്റെ ഒക്കെ നമ്മൾ എന്താക്കി തരും, പഠിപ്പിച്ച് തരും. ഒക്കെ വരുന്നുണ്ട്, ഒന്നും പേടിക്കണ്ട. ഓക്കെ, റെഡി, സെറ്റ് അല്ലേ? അപ്പം ചെക്ക് ഫെസിലിറ്റി ഓർത്ത് വെക്കുക. ഇതിനടുത്ത് എന്താ, റെമിറ്റൻസ് ഓഫ് ഫണ്ട്. എന്താ റെമിറ്റൻസ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഫണ്ട് ട്രാൻസ്ഫർ. സാർ ഫുഡ് കഴിക്കോ? അതാണ് സാർ ഇതാ ഇപ്പൊ ഫുഡൊക്കെ എടുത്ത് വന്നിട്ട് ഇവിടെ കുത്തുന്ന കഴിക്കാം. ഏത് ഓക്കെ, അപ്പൊ റെമിറ്റൻസ് ഓഫ് ഫണ്ട് മീൻസ് ബാങ്ക് ഹെൽപ്പ് ട്രാൻസ്ഫർ മണി ഫ്രം വൺ പ്ലേസ് ടു അനദർ. ദിസ് ഈസ് ഡൺ ത്രൂ ഡ്രാഫ്റ്റ്, പേ ഓർഡർ ഓർ ഇമെയിൽ ട്രാൻസ്ഫർ ഫോർ സ്മോൾ ഫീ. ഓക്കെ, യെസ്, പണ്ടൊക്കെ എന്തായിരുന്നു നമുക്കറിയാം, ഏതാ ഡ്രാഫ്റ്റ് ത്രൂ അല്ലെങ്കിൽ എന്താണ് പേ ഓർഡർ അല്ലെ, മെയിൽ ഓർഡർ ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു എന്താക്കിയിട്ടുണ്ടായിരുന്നത്, ഫണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അറിയാലോ. ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ ഒരു ചെറിയ സ്മോൾ ഫീ വെച്ചുകൊണ്ട് ഇതുപോലുള്ള ഫണ്ട് ട്രാൻസ്ഫറിങ് ഫെസിലിറ്റീസും ബാങ്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി അല്ലെ, ഇപ്പൊ എന്താ ബാങ്കിന്റെ അല്ലാതെ തന്നെ ഈ ബാങ്കിങ്ങും ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്താക്കുക, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാറ്. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ അഞ്ചാമത്തെ അലൈഡ് സർവീസുകളാണ്. മറ്റെന്താ ഒരുപാട് സർവീസുകൾ ബാങ്ക് നമുക്ക് തരാറുണ്ട്. യെസ്, എന്തൊക്കെയാണ്? യെസ്, ഇൻക്ലൂഡിംഗ് എക്സ്ട്രാ ഹെൽപ്പ് ബാങ്ക് ഗീവ്, ലൈക്ക് ബിൽ പേയ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ലോക്കർ സോറി ബ്ലാക്ക് എടുക്കാം, മഞ്ഞ വേണ്ട. ഓക്കെ, ലോക്കർ ഫെസിലിറ്റീസ് ഉണ്ട്, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഷെയർസ് ഉണ്ട്, പേയിങ് ഇൻഷുറൻസ് പ്രീമിയം ഉണ്ട്, വാട്ടർ ബില്ലൊക്കെ അടയ്ക്കും, അതുപോലെ തന്നെ എന്താണ്, യെസ്, നമ്മൾ ഡിവിഡൻഡ് കളക്ട് ചെയ്യും. ഓക്കെ, യെസ്, അണ്ടർ റൈറ്റിംഗ് സർവീസസ്, ഒരുപാട് ഇതുപോലത്തെ സർവീസുകൾ ആരും നമുക്ക് തരാറുണ്ട്, ബാങ്ക് നമുക്ക് തരാറുണ്ട്. നമ്മളെ റെന്റൊക്കെ ബാങ്ക് കൊടുക്കും, അല്ലെങ്കിൽ നമ്മളെന്താണ് വേണമെങ്കിൽ നമുക്ക് എന്തായാലും നമ്മളെ വാട്ടർ ബില്ല് അടപ്പിക്കാം. ഓക്കെ, അങ്ങനത്തെ ഒരുപാട് സേവനങ്ങൾ ബാങ്ക് എക്സ്ട്രാ നമുക്ക് ചെയ്തു തരാറുണ്ട്. അതിനെയാണ് അലൈഡ് സർവീസസ് എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും സർവീസുകളാണ് എന്ത് ചെയ്യുക, ഒരു കൊമേഴ്സ്യൽ ബാങ്ക് നമുക്ക് വേണ്ടി തരുന്നത്. ഇമ്പോർട്ടൻറ്റ് പഠിച്ചു വെച്ചോളാം. സിമ്പിൾ അല്ലേ? ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു, ആ ഫണ്ട് കടം കൊടുക്കുന്നു. റെഡി, ചെക്ക് ഫെസിലിറ്റി ചെയ്യുന്നു, പിന്നെയോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നു, പിന്നെ മറ്റ് സർവീസുകൾ ഓർത്ത് വെക്കൂലേ, ഇമ്പോർട്ടൻ്റ് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്ക് സർവീസുകൾ ചോദിച്ചിരിക്കും. സാറേ സുഖമല്ലേ? ഓ സാറേ അല്ലതായി, പിന്നെയും ശ്രീനോടാ ചോദിക്കുന്നത്. എന്ത് കഷ്ടമാണ്. ഒന്നുമില്ലെങ്കിൽ ശ്രീ പേര് മാറ്റണം, ഇല്ലെങ്കിൽ സാറൊക്കെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, സാർ ദിലീപിൻ്റെ കുടുംബക്കാരനാണോ? ഇല്ല, സോറി അല്ല. എന്തൊക്കെ ക്വസ്റ്റ്യൻ പഠിച്ചോനെ. മുൻജന്മത്തിൽ എന്തോ ബന്ധം ഉണ്ടായിരുന്നു സാറ് കേട്ടിക്ക്. അതെ, ദിലീപിൻ്റെ മോനായിട്ട് വരികയായിരുന്നു ഞാൻ മുൻജന്മത്തിൽ, കഴിഞ്ഞ ജന്മത്തിലേ അങ്ങനെ കേട്ടിരുന്നു ഞാൻ. ആഞ്ജനേയ സ്വാമി. ഓക്കെ, റെഡി, യെസ്. അങ്ങനെയെങ്കിൽ ഇനി നിങ്ങൾ നോക്കി വെക്കേണ്ട കാര്യം ഈ ബാങ്കിങ്ങിനെ കുറിച്ചാണ്. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ലാസ്റ്റ്, ഇത് സാർ ഫേവറേറ്റ് ആക്ടറാണ് നമ്മ രജനീകാന്ത് അല്ല, മമ്മൂക്ക ഫാൻസ്. ഞങ്ങള് മമ്മൂക്ക ഫാൻസ്. ഓക്കെ, ആൾറെഡി ശ്രദ്ധിച്ചോ. യെസ്, ഈ ബാങ്കിങ് in this new digital marketplace, bank and financial institutions have started providing services over the internet. അല്ലേ, ഈ പുതിയ മാർക്കറ്റിൽ ഫുൾ ഇന്റർനെറ്റ് ത്രൂ അല്ലേ? അപ്പം ബാങ്കിങ് സർവീസുകളും എന്തായി, ഇന്റർനെറ്റ് ത്രൂ ആയി. ഓക്കെ, സെറ്റ്. അപ്പോൾ these type of services provided by the bank on the internet called e-banking lower the transaction cost, add value to the banking relationship and empower customers. അറിയാലോ, വളരെ കുറഞ്ഞ ചെലവിൽ നല്ല ബാങ്കിങ് സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, നല്ല റിലേഷൻ ഓരോ ബാങ്ക് കസ്റ്റമേഴ്സുമായിട്ട് വെക്കുക. അതുപോലെ തന്നെ എംപവറിങ് കസ്റ്റമേഴ്സ് എന്താണ് ആ ഒരു റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ എന്താണ് സർവീസുകൾ എംപവർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക. ഇതിലൂടെ ത്രൂ ഇന്റർനെറ്റ്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ എന്ത് പറയാം, ഇ ബാങ്കിങ് ഈസ് ഇലക്ട്രോണിക് ബാങ്കിങ് ഓർ എ ബാങ്കിങ് യൂസിങ് ഇലക്ട്രോണിക് മീഡിയ. Okay, thus e-banking is a service provided by many banks that allow a customer to conduct banking transactions such as managing savings check account, applying for loan, paying bills over internet, using personal computer, mobile telephone handled കമ്പ്യൂട്ടർ എക്സെട്ര അല്ലെ. നമ്മുടെ കയ്യിലുള്ള ഫോണുകൾ, പേഴ്സണൽ കമ്പ്യൂട്ടർ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലെ. ഇപ്പൊ ആർക്കെങ്കിലും ബാങ്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ബാങ്ക് പോയിട്ട് പിന്നെ ശ്രീ
റെഡി? ബാങ്കിൽ പോയിട്ട് നമ്മൾ ക്യൂ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ? നമുക്ക് ജസ്റ്റ് ഒരു ഫോൺ യൂസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ ചെയ്യാം. ബാങ്കിൽ എന്താ ബില്ല് അടയ്ക്കാം, പിന്നെ ലോണിന് അപ്ലൈ ചെയ്യാം, അല്ലെ അക്കൗണ്ട് എടുക്കാം, പിന്നെ എന്തൊക്കെയാ എല്ലാ സേവനങ്ങളും എന്താണ് ഇന്റർനെറ്റ് ത്രൂ നമുക്ക് ചെയ്യൂലേ? അതാണ് എന്ത് പറയാ ഈ ബാങ്കിങ് എന്ന് പറയാം. മക്കൾ ഓർത്ത് വെക്കണം. അപ്പൊ എന്താ ഒരു ATM-ഉം ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും UPI-യും മൊബൈൽ ബാങ്കിങ്ങും ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മുടെ ഈ ബാങ്കിങ്ങിന് എക്സാമ്പിൾ ആണ്. സെറ്റ് അല്ലേ? ഓക്കെ, റെഡി അല്ലേ? ഓക്കെ അല്ലേ? റെഡി? യെസ്. അങ്ങനെയെങ്കിൽ അത്രയും കാര്യങ്ങളാണ്. സാർ നാട് എവിടെയാ? സാർ കോഴിക്കോട്. ഓക്കെ മക്കളെ, അങ്ങനെയെങ്കിൽ ഇത്രയുമാണ് ബിസിനസ് സർവീസിലെ ആദ്യത്തെ സർവീസസ് ആയിട്ടുള്ള ബാങ്കിങ്ങിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അപ്പൊ സാർ ഒന്നുകൂടെ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ബാങ്കിങ് എന്ന് പറയുന്നതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ബാങ്കിങ് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ബിസിനസ് സർവീസിലെ ആദ്യത്തെ സർവീസ് ബാങ്കിങ് ആണ്. എന്താണ് ബാങ്കിങ് നമ്മൾ പറഞ്ഞു. ബാങ്കിന്റെ 4 ടൈപ്പുകൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, ആ 4 ടൈപ്പിൽ ആദ്യത്തെ കൊമേഴ്ഷ്യൽ ബാങ്കിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണെന്ന് പറഞ്ഞു. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ 2 ടൈപ്പുകൾ നമ്മൾ പറഞ്ഞു. ആ ഓരോ ടൈപ്പും പബ്ലിക് സെക്ടർ ബാങ്ക് അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്കും നമ്മൾ പഠിച്ചു. ദെൻ എന്തൊക്കെയാണ് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ സർവീസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു. സാർ റീചാർജ് ചെയ്യാൻ തരുമോ? എനിക്ക് റീചാർജ് ചെയ്ത് തരാം. അതെ, ഓക്കെ, ഏതൊക്കെയാണ് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. 5 ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ അതിനുശേഷം ഈ ബാങ്കിങ് എന്താണെന്നും പറഞ്ഞു. അത്രയും കാര്യങ്ങളാണ് ബാങ്കിങ്ങിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, പഠിച്ചിരിക്കേണ്ടത്. റെഡിയാണോ? സെറ്റല്ലേ മക്കളെ? സെറ്റല്ലേ? ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി എങ്ങോട്ട് പോകുന്നു? ഇൻഷുറൻസിലേക്ക് പോകുന്നു. പറഞ്ഞേ, എന്താണ് ഇൻഷുറൻസ്? ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട ടേം എന്താണ്? റിസ്ക് ആണ്. ഓക്കെ, റിസ്ക് മീൻസ് എന്താണ്? ചാൻസ് ഓഫ് ലോസ് ഡ്യൂ ടു അൺഎക്സ്പെക്ടഡ് ഇവന്റ്സ്. നമുക്ക് സംഭവിക്കുന്ന അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഇവന്റ്സ് അല്ലെ, ലോസ് അല്ലെങ്കിൽ റിസ്ക്. ഓക്കെ, സം റിസ്ക് ക്യാൻ ബി അവോയ്ഡ്. ചില റിസ്ക് നമുക്ക് എന്താക്കാം? അവോയ്ഡ് ചെയ്യാം. പക്ഷേ ചിലത് എന്താക്കാൻ പറ്റില്ല? നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ആര്? ഇൻഷുറൻസ് ഹെൽപ്പ് പ്രൊട്ടക്ട് ഓഫ് അസ്. ഓക്കെ, റെഡി? അപ്പൊ എന്താണ് ഇൻഷുറൻസ്? ഇറ്റ് ഈസ് എൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ 2 പാർട്ടീസ്. ആരൊക്കെയാണ് 2 പാർട്ടീസ്? ഒന്നാരാണ്? വേർ വൺ ഈസ് ഇൻഷുർഡ് അല്ലെ, ഇൻഷുറൻസ് കമ്പനിയാണ്. ഒന്നാമത്തെ ആളാണ് ഇൻഷുറൻസ് കമ്പനിയാണ്. ഓക്കെ, ഇൻഷുറൻസ് കമ്പനിയാണ്. റെഡി? രണ്ടാമത്തെ ആളാരാ? പേഴ്സൺ അല്ലെ, ഇൻഷുറൻസ് എടുക്കുന്ന നമ്മളെ പോലുള്ള ആളുകളാണ്. അതാരാണ്? ഇൻഷുർഡ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പം ഈ 2 വ്യക്തികളും തമ്മിലുള്ള ഒരു അഗ്രിമെന്റ് ആണ് എന്തെന്ന്? ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയുള്ള അഗ്രിമെന്റ്? പ്രോമിസ് ടു പേ ഫോർ ലോസസ് ഇൻ റിട്ടേൺ ഫോർ എ ഫീ കോൾഡ് പ്രീമിയം അല്ലെ, ഒരു പ്രീമിയം അടച്ചുകൊണ്ട് എന്താണ് നമുക്ക് ഉണ്ടാവുന്ന ലോസസിന് ഒരു റിട്ടേൺ കിട്ടും എന്നുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ആരൊക്കെ തമ്മിലുള്ള 2 പേഴ്സൺസ്? ആരാണ് ആ 2 പേഴ്സൺസ്? ഒന്ന് നമ്മുടെ ഇൻഷുർഡും മറ്റേതാണ് ഇൻഷുറൻസ് കമ്പനിയുമാണ്. റെഡിയാണോ? അപ്പൊ ഇൻഷുറൻസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളാ. അപ്പം ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഇൻഷുറൻസിന്റെ ഫങ്ഷൻസിനെ കുറിച്ചാണ്. ഏതൊക്കെയാണ് ഇൻഷുറൻസിന്റെ ഫങ്ഷൻസ്? ഓക്കെ, ഏതൊക്കെയാണ് ഇൻഷുറൻസിന്റെ ഫങ്ഷൻസ്? പ്രൊവൈഡിങ് സർട്ടനിറ്റി, പ്രൊട്ടക്ഷൻ, റിസ്ക് ഷെയറിംഗ് ആൻഡ് അസിസ്റ്റ് ഇൻ ക്യാപിറ്റൽ ഫോർമേഷൻ. 4 ഉള്ളൂ. 4 പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ എന്താ? പ്രൊവൈഡിങ് സർട്ടനിറ്റി. ഓക്കെ, പ്രൊവൈഡിങ് സർട്ടനിറ്റി എന്താണ്? ഇൻഷുറൻസ് പ്രൊവൈഡ് സർട്ടനിറ്റി ഓഫ് പേയ്മെന്റ് ഫോർ ദ റിസ്ക് ഓഫ് ലോസ്. ഓക്കെ, ദേ ആർ uncertainties of happening of the time and amount of losses. Insurance remove these uncertainty and the assurance receive a payment of losses. അല്ലെ, നമുക്ക് സംഭവിക്കുന്ന എന്ത് മക്കളെ? അൺസർട്ടനിറ്റീസ് അല്ലെ,
നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന ലോസുകൾ, അതിനെതിരെ എന്ത് തരുന്നു? ഒരു അഷ്വറൻസ് അല്ലെ, അതായത് ഒരു പേയ്മെന്റ് നമുക്ക് എന്താക്കുന്നു? കിട്ടുന്നു, തരുന്നു. ആര് തരുന്നു? ഇൻഷുറൻസ് കമ്പനി തരുന്നു. സോ നമ്മുടെ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? യെസ്, അതാണ് അല്ലെ, ഒരു പ്രൊവൈഡിങ് സെർട്ടനിറ്റി ആണ്. ദ ഇൻഷുർ ചാർജ് പ്രീമിയം ഫോർ പ്രൊവൈഡിങ് ദീസ് സെർട്ടനിറ്റി. അപ്പം ഈ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു അഷ്വറൻസ് നമുക്ക് അല്ലെ, ഒരു ഫണ്ട് കോമ്പൻസേഷൻ ആയിട്ട് നമുക്ക് തരണമെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രീമിയം എങ്ങോട്ട് അടച്ചിരിക്കണം? യെസ്, നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് നമ്മൾ അടച്ചിരിക്കണം. റെഡി? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി? സെറ്റ്? യെസ്. അങ്ങനെയെങ്കിൽ അടുത്തെന്താ? പ്രൊട്ടക്ഷൻ. നമുക്കൊരു പ്രൊട്ടക്ഷൻ ആണ്. ഓക്കെ, നോക്കിക്കോ. ദ സെക്കൻഡ് മെയിൻ ഫംഗ്ഷൻ ഓഫ് ഇൻഷുറൻസ് ഈസ് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ഫ്രോം പ്രോബബിൾ ചാൻസ് ഓഫ് ലോസസ്. ഇൻഷുറൻസ് cannot stop the happening of a risk or event but can compensate for losses arising out of it. ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ദ ഇൻഷുറൻസ് cannot stop happening അല്ലെ, നമുക്ക് സംഭവിക്കാൻ പോകുന്ന ആ ഒരു അൺസർട്ടൈൻ ഇവന്റിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? എന്തേ ചെയ്യാൻ പറ്റുള്ളൂ മക്കളെ? യെസ്, അതിനുള്ള ഒരു കോമ്പൻസേഷൻ നമുക്ക് തരാനേ പറ്റുള്ളൂ അല്ലെ, ആ ഒരു ലോസ് ഒന്ന് നികത്തി തരാനേ പറ്റുള്ളൂ. റെഡി? അതാണ് എന്തെന്ന്? പ്രൊട്ടക്ഷൻ. ദെൻ റിസ്ക് ഷെയറിംഗ്. റിസ്ക് ഷെയറിംഗ് അറിയാലോ. യെസ്, ഒരു ഇൻഷുറൻസ് കമ്പനി എന്താണ് ചെയ്യുന്നത്? റിസ്ക് ഷെയർ ചെയ്യുകയാണ് അല്ലെ. ഒരു വ്യക്തിയുടെ റിസ്ക് ഒരുപാട് ആളുകൾക്കിടയിലേക്ക് ഷെയർ ചെയ്യുകയാണ്. യെസ്, on the happening of the risk event, the loss is shared by all the persons exposed to it. The share is obtained from every insurance member by way of premium. Okay, അറിയാലോ, കുറെ ആളുകൾ തരുന്ന പ്രീമിയം, ആ എമൗണ്ട് വെച്ചുകൊണ്ടാണ് എന്താക്കുക? യെസ്, നഷ്ടം സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുക. റെഡി? അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? ഒരുപാട് പേരിലേക്ക് എന്താക്കുക? ഒരു വ്യക്തിയുടെ ലോസിനെ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ റിസ്കിനെ ഷെയർ ചെയ്യുക എന്നതാണ്. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. റെഡി? ദെൻ നാലാമത്തെ എന്താ? അസിസ്റ്റിംഗ് ക്യാപിറ്റൽ ഫോർമേഷൻ. റെഡി? എന്താണ്? ഇങ്ങനെ പ്രീമിയം ത്രൂ കിട്ടുന്ന ഒരുപാട് ഫണ്ട് ഉണ്ടാകുമല്ലോ, അതെന്താക്കുക ചെയ്യുക? യെസ്, മറ്റ് എന്താണ്? ഇൻകം ഏണിങ്സിന് വേണ്ടിയിട്ട് എന്താ? മറ്റ് സെക്ടറുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ആര്? ഇൻഷുറൻസ് കമ്പനി. ശ്രദ്ധിച്ചോ? യെസ്, ദ അക്യുമുലേറ്റഡ് ഫണ്ട് ഓഫ് ദ ഇൻഷുറർ റിസീവ്ഡ് പ്രീമിയം എന്നുള്ള received by way of premium, yes, payment made by the insurer are invested in the various income generated scheme അല്ലെ, മറ്റ് ഇൻകം ജനറേറ്റഡ് സ്കീമിൽ അല്ലെങ്കിൽ സെക്ടറുകളിൽ അല്ലെ, പല ഗവൺമെന്റ് യെസ് എന്താണ് സെക്ടറുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഒരു ഗവൺമെന്റിന്റെ ഒക്കെ എന്താണ് വരുമാനം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നൊക്കെ കിട്ടുന്ന ഫണ്ടാണ്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? യെസ്. അപ്പൊ മക്കളെ സീരിയസ് ആയിട്ട് പഠിക്കുക. ഒരുപാട് പഠിക്കാനുണ്ട്. ഓക്കെ, നന്നായിട്ട് പഠിക്കാതെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. ഓരോ ചാപ്റ്ററിലെയും എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിർബന്ധമായിട്ടും ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ വൺ ഷോട്ട് ഒക്കെ എടുത്ത് തരുന്നത് യെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഓക്കെ, അപ്പം യെസ് സീരിയസ് ആയിട്ട് കാണുക. ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോർഷൻസ് ഒക്കെ. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. റെഡി? യെസ്. കുറച്ച് സമയം മാത്രമേ നമ്മളെ മുന്നിലുള്ളൂ. ആ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ആ ടൈമിൽ തന്നെ മനസ്സിലേക്ക് അങ്ങോട്ട് ഉറപ്പിച്ചോളുക. കാരണം ഇനി നമുക്ക് വേറൊരു ടൈം ഇല്ല റിവൈസ് ചെയ്യാനൊന്നും. യെസ്, അറിയാലോ? റെഡി? അപ്പം ഇത്രയും കാര്യങ്ങൾ മക്കൾ നിർബന്ധമായിട്ടും ഓർത്ത് വെക്കുക. എന്തിന്? ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസിൽ ഓർത്ത് വെക്കുക. റെഡി? 4 റെഡി? അപ്പം ഇൻഷുറൻസിന്റെ ഫങ്ഷൻസ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പഠിക്കാനുള്ള എന്താ? ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. ഫങ്ഷൻസ് 4 പ്രിൻസിപ്പിൾസ് ഒരു 7 നമുക്ക് പഠിക്കാനുള്ളത്. അത് പഠിച്ചിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം 7 പ്രിൻസിപ്പിൾസ് നിങ്ങൾ പഠിക്കുക. ഒന്നാമത്തെ എന്താണ്? അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. അറിയാലോ? വിശ്വാസം. ഓക്കെ, വിശ്വാസം ഉണ്ടായിരിക്കണം. ശ്രദ്ധിച്ചോ? ഇൻഷുറൻസ് ഈസ് ബേസ്ഡ് ഓൺ ട്രസ്റ്റ്. ഉണ്ടല്ലോ, ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്ത് ബേസ് ചെയ്തുകൊണ്ടാണ്? യെസ്,
ട്രസ്റ്റ് ആണ് അല്ലെ, വിശ്വാസം. Both the insurer and the insured must share all important factors honestly. ഇൻഷുററും അതുപോലെ തന്നെ എന്താണ് ഇൻഷുർഡും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിരിക്കണം, പറഞ്ഞിരിക്കണം. ഡോക്ടറോടും വക്കീലിനോടും ഇൻഷുറൻസ് കമ്പനിയോടും കള്ളം പറയാൻ പാടില്ല. ഓക്കെ അല്ലേ? ഓക്കെ, ദ ഇൻഷുറൻസ് മസ്റ്റ് ടെൽ എവറിത്തിങ് ദാറ്റ് ക്യാൻ ബി അഫക്ട് ദ റിസ്ക്. ഇഫ് എനിത്തിങ് ഈസ് ഹിഡൻ ദ ഇൻഷുറർ ക്യാൻ ക്യാൻസൽ ദ പോളിസി. കണ്ടല്ലോ, എന്തെങ്കിലും ഒരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പോളിസി വാലിഡ് അല്ല, വോയിഡ് ആയി പോകും. എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ആർക്ക്? ഒരു ഇൻഷുററിന്. സോ ഇൻഷുറർ മസ്റ്റ് ഷെയർ ഓൾ ഡീറ്റെയിൽ ക്ലിയർലി. എല്ലാ ഡീറ്റെയിൽസും ക്ലിയർ ആയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താക്കണം? ഷെയർ ചെയ്തിരിക്കണം. അങ്ങനെയെങ്കിൽ അടുത്ത പ്രിൻസിപ്പിൾ എന്താ? യെസ്, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ആണ് അല്ലേ. ഒരു ഇൻട്രസ്റ്റ് വേണം, ഇൻഷുർ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് വേണം. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ആ ഇൻട്രസ്റ്റ് അല്ല. ഇവിടെ ശ്രദ്ധിച്ചോ, ദ പേഴ്സൺ ബൈയിങ് ഇൻഷുറൻസ് മസ്റ്റ് ഹാവ് എ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദ തിങ് ഇൻഷുർഡ്. ആണല്ലോ, ആ ഇൻഷുർ ചെയ്യുന്ന ആ ഒരു വസ്തുവിൽ എന്തുണ്ടായിരിക്കണം? ഒരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ദിസ് മീൻസ് ദേ വുഡ് സഫർ എ മണി ലോസ് ഇഫ് ഇറ്റ് ഈസ് ഡാമേജ് ഓർ ലോസ്. ഉണ്ടല്ലോ, ആ ഒരു ഐറ്റത്തിന്റെ നഷ്ടം മൂലം നമുക്ക് എന്താണ് ഒരു ഫിനാൻഷ്യൽ ലോസ് സംഭവിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പ് വേണം. അങ്ങനത്തെ കാര്യങ്ങളെ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ? യെസ്, നമുക്ക് ഇൻഷുറൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വിത്തൗട്ട് ദീസ് ഇൻട്രസ്റ്റ് ഇൻഷുറൻസ് ഈസ് നോട്ട് വാലിഡ്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത സാധനങ്ങൾ എന്താ ഇൻഷുറൻസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് ആ ഒരു ഇൻഷുറൻസ് വാലിഡ് ആവില്ല. ഓർക്കുക. റെഡി? തേർഡ് എന്താ? ഇൻഡെംനിറ്റി. എന്താണ് ഇൻഡെംനിറ്റി? നഷ്ടപരിഹാരം എന്നാണ് ആ വാക്കിന്റെ മീനിങ്. ഓക്കെ, ഓർത്ത് വെക്കുക, നഷ്ടപരിഹാരം. മറക്കരുത് കേട്ടോ, നഷ്ടപരിഹാരം അല്ലെ. നഷ്ടം പരിഹരിച്ച് കിട്ടുന്നു. ദാ എക്സെപ്റ്റ് ഇൻ ലൈഫ് ഇൻഷുറൻസ്. കണ്ടല്ലോ, ലൈഫ് ഇൻഷുറൻസ് ഒഴിച്ച് ദ ഇൻഷുർഡ് ഗെറ്റ് കോമ്പൻസേഷൻ ഈക്വൽ ടു ദ ആക്ച്വൽ ലോസ് ഓർ ദ സം ഇൻഷുർഡ് whichever is less. No profit is allowed from insurance. അറിയാലോ അല്ലെ. ലൈഫ് ഇൻഷുറൻസ് ഒഴിച്ച് ബാക്കി ഏത് ഇൻഷുറൻസിനും എന്ത് കിട്ടും? നമുക്ക് വന്നിട്ടുള്ള ആ ഒരു ആക്ച്വൽ ലോസിന് എന്ത് കിട്ടുന്നു? നഷ്ടപരിഹാരം, ഒരു കോമ്പൻസേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ലൈഫ് ഇൻഷുറൻസ് ജീവനാണല്ലോ അല്ലെ. അത് നമുക്ക് എന്താണ്? നഷ്ടപരിഹാരം തന്നാലൊന്നും നികത്താൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ഓക്കെ, ഓർത്ത് വെക്കുക. ദെൻ നാലാമത്തെ എന്താ? സബ്രോഗേഷൻ. എന്താ സബ്രോഗേഷൻ എന്ന് പറഞ്ഞ ടേം ഓർത്ത് വെച്ചോളാം. എന്താ? നമ്മൾ പകരം കൊടുക്കുക എന്നൊക്കെയാണ്. ഓക്കെ, പകരം നൽകുക, അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. പകരം നൽകുക എന്താണ്? സബ്രോഗേഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ, ആഫ്റ്റർ ദ ഇൻഷുർഡ് ഈസ് പെയ്ഡ് ഫോർ ലോസസ് the insurer get the right to claim or recover from the damaged property. അല്ലെ, ഡാമേജ്ഡ് പ്രോപ്പർട്ടിക്ക് നമുക്ക് എന്ത് കിട്ടി? ഇൻഷുറൻസ് എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡാമേജ്ഡ് പ്രോപ്പർട്ടി ആർക്കുള്ളതാണ്? അതിന്റെ ഓണർഷിപ്പ് ആർക്കുള്ളതാ? നമ്മുടെ ഇൻഷുറൻസ് കമ്പനിക്ക് ഉള്ളതാണ്. ഓക്കെ, ദ ഇൻഷുർഡ് cannot keep both the compensation and the property. എന്താണ്? ഒരേ സമയം കോമ്പൻസേഷനും ആ പ്രോപ്പർട്ടിയും ആർക്ക് കിട്ടുന്നതല്ല? ഇൻഷുറൻസിന് കിട്ടുന്നതല്ല. ഓർത്ത് വെക്കണേ. റെഡി? യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കിയോ, അഞ്ചാമത്തെ കോസ പ്രോക്സിമ. എന്താണ്? കാര്യകാരണം. എന്താണ്? ഡയറക്റ്റ് കാരണമായിരിക്കണം അല്ലെ. ഓൺലി ദ നിയറസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് കോസ് ഓഫ് ദ ലോസ് ഈസ് കൺസിഡേർഡ് ഫോർ എ ക്ലെയിം. കണ്ടല്ലോ, ഒരു ക്ലെയിം കിട്ടാൻ അല്ലെങ്കിൽ ആ ഒരു ഇൻഷുറൻസ് എമൗണ്ട് കിട്ടാൻ എന്ത് വേണം? നമ്മൾ എന്തിനാണ് ആ ഒരു അല്ലെങ്കിൽ ഏത് കാരണം കൊണ്ടാണ് നമുക്ക് നാശനഷ്ടം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇൻഷുറൻസ് എടുത്തത്, ആ കാരണം തന്നെ ആയിരിക്കണം. എന്നാലേ നമുക്ക് ആ ക്ലെയിം കിട്ടുള്ളൂ. ഓക്കെ, ദ ഇൻഷുറൻസ് പേ ഓൺലി ഇഫ് ദ കോസ് ഈസ് കവേർഡ് ബൈ ദ പോളിസി. ആ പോളിസിയിൽ ഉള്ള ആ കോസ് ഏതാണോ അതിന് മാത്രമേ നമുക്ക് ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ. ഓക്കെ, അല്ലാണ്ട് ഫയർ ഇൻഷുറൻസ് എടുത്തിട്ട് വണ്ടി ആക്സിഡന്റ് ആയാൽ നമുക്ക് എന്ത് കിട്ടില്ല? ഇൻഷുറൻസ് കിട്ടൂല. ഓർത്തോളാം. ആറാമത്തെ എന്താ? കോൺട്രിബ്യൂഷൻ. ഓക്കെ, ശ്രദ്ധിച്ചോ, ചില ആളുകൾ എന്താക്കും? ഉഡായ്പ് കാണിക്കും. ഇപ്പോൾ ശ്രദ്ധിച്ചോ, ഇഫ് ദ സെയിം പ്രോപ്പർട്ടി ഈസ് ഇൻഷുർഡ് വിത്ത് മൾട്ടിപ്പിൾ ഇൻഷുറൻസ്. ചില ആളുകൾ എന്ത് ചെയ്യും? ഉഡായ്പ് കാണിക്കും അല്ലെ. കുറെ ഫണ്ട് കിട്ടില്ലോ എന്ന് ആലോചിച്ചിട്ട് ഒരു സാധനത്തിന് തന്നെ പല ഇൻഷുറൻസ് കമ്പനിയിലും എന്ത് ചെയ്യുന്നു? നമ്മള് ഇൻഷുറൻസ് എടുക്കും. റെഡി? അപ്പൊ എന്താ? എല്ലാ കമ്പനിയിൽ നിന്നും നമുക്ക് ഇൻഷുറൻസ് കിട്ടുമോ? ക്ലെയിം കിട്ടുമോ? ഇല്ല. ശ്രദ്ധിച്ചോ, ദ ഇൻഷുർഡ് ക്യാൻ ക്ലെയിം ഓൺലി അപ് ടു ദ ആക്ച്വൽ ലോസ്. കണ്ടല്ലോ, അപ്പൊ എല്ലാ ഇൻഷുറൻസ് കമ്പനിയും നമുക്ക് എത്രയേ തരുള്ളൂ? ആക്ച്വൽ ലോസ് എത്രയാണോ ആ ഒരു എമൗണ്ട് തരുള്ളൂ. അത് എങ്ങനെയാ? ഓൾ ഇൻഷുറർ ഷെയർ ദ പേയ്മെന്റ് പ്രപ്പോർഷനേറ്റ്ലി. കണ്ടല്ലോ, എല്ലാ ഇൻഷുറൻസ് കമ്പനിയും കൂടെ ആക്ച്വൽ ലോസ് എത്രയാണോ അത് അവരെന്താക്കുന്നു? ഷെയർ ചെയ്ത് എടുത്തുകൊണ്ട് നമുക്ക് തരും.
Okay, yes, if no pay in full, they can, yes, recover the share from others. ഓർത്ത് വെക്കണേ. റെഡി? കോൺട്രിബ്യൂഷൻ. എന്താണ് നാലാമത്? മിറ്റിഗേഷൻ ഓഫ് ലോസ്. മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്താണ്? നഷ്ടം നമ്മൾ കുറയ്ക്കണം, അല്ലെ? കുറച്ചെടുക്കണം. മിറ്റിഗേറ്റ് ചെയ്യണം. ദ ഇൻഷുർഡ് മസ്റ്റ് ടേക്ക് ഓൾ പോസിബിൾ സ്റ്റെപ്പ് ടു റിഡ്യൂസ് ദ ലോസ് ഓർ ഡാമേജ് ഈവൻ ഇഫ് ദ പ്രോപ്പർട്ടി ഈസ് ഇൻഷുർഡ്. കണ്ടല്ലോ, ഒരു പ്രോപ്പർട്ടി നമ്മൾ ഇൻഷുറൻസ് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം മക്കളെ? പറ, എന്ത് ചെയ്തിരിക്കണം? അതിനെന്തെങ്കിലും നാശനഷ്ടം സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഡാമേജ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ നമ്മൾ ശ്രമിച്ചിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഏത്? മിറ്റിഗേഷൻ ഓഫ് ലോ. അല്ലാതെ തീപിടുത്തം നടന്നു കഴിയുമ്പോൾ എന്റെ വീട്ടിൽ തീപിടിച്ചേ കത്തത്തെ ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിൽക്കാൻ പാടില്ല. നമ്മളത് കുറയ്ക്കാൻ നോക്കണം. ഓക്കെ, ആ കാര്യമാണ് ഇത് യെസ് മിറ്റിഗേഷൻ ഓഫ് ലോസിൽ പറയുന്നത്. സെറ്റാണോ? അപ്പം യെസ് ഇത്രയാണ് ഏത് ഇൻഷുറൻസിന്റെ യെസ് എന്തെന്ന് വരുന്നത്? പ്രിൻസിപ്പിൾസ് വരുന്നത്. ഓക്കെ, ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ്. അപ്പൊ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു, പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞു. ഇത് നമുക്ക് പറയാനുള്ളത് ടൈപ്സ് ആണ്. ഇൻഷുറൻസിന്റെ ടൈപ്സ്. ഓക്കെ, 4 മെയിൻ ടൈപ്പുകളാണ് നമുക്കുള്ളത്. യെസ്, അതിലെന്താ ഈ 3 കാര്യങ്ങൾ നമ്മൾ ഓർത്താൽ മതി. ഓക്കെ, ഇത് മക്കൾ എന്താ എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കുക. അതർ ഇൻഷുറൻസ്. ഓക്കെ, ദ ബൾഗറി അല്ലെങ്കിൽ കാറ്റില്, ക്രോപ്പ്, സ്പോർട്സ്, ഹെൽത്ത്, വെഹിക്കിള് തുടങ്ങിയ കാര്യങ്ങൾ എക്സ്ട്രാ മക്കൾ ഓർത്തിരിക്കുക. റെഡി? അപ്പം അതിൽ ആദ്യത്തത് ലൈഫ് ഇൻഷുറൻസ് ആണ്. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ. യെസ്, എന്താണ്? ലൈഫ് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് വേർ ദ ഇൻഷുറൻസ് കമ്പനി അഗ്രീഡ് ടു പേ ഫിക്സ്ഡ് എമൗണ്ട് ടു ദ ഇൻഷുർഡ് ഓർ ദർ ഫാമിലി എയ്തർ ഓൺ ദ ഡെത്ത് ഓർ ആഫ്റ്റർ സെറ്റ് എ പീരീഡ്. ഓക്കെ, ഒരു സെറ്റ് ഓഫ് പീരീഡ് വരെ, അല്ലെങ്കിൽ എന്താണ് ഒരാൾ മരിക്കുന്നത് വരെ അയാളുടെ എന്താണ് നോമിനിക്ക് അല്ലെങ്കിൽ അയാളുടെ ഫാമിലിക്ക് അല്ലെ ഒരു സേഫ്റ്റി, ഒരു സെക്യൂരിറ്റി, ഒരു അഷുറൻസിന് വേണ്ടി എടുക്കുന്നതാണ് ഇത് നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇൻ റിട്ടേൺ ഓഫ് റെഗുലർ പേയ്മെന്റ് കോൾഡ് പ്രീമിയം. ഒരു പ്രീമിയം അടച്ചുകൊണ്ട് തന്നെയാണ് ഇതും ചെയ്യുക. ഓക്കെ, ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ഓഫ് അഷുറൻസ് നോട്ട് ഇൻഡെംനിറ്റി. കണ്ടല്ലോ, ഇതൊരു എന്താണ് ഒരു അഷുറൻസ് ആണ് അല്ലെ. എന്താ ഒരു സേഫ്റ്റി നൽകുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ എന്താണ് അവർ നഷ്ടം നികത്തുക എന്നതല്ല, ഇൻഡെംനിറ്റി അല്ല. ഓക്കെ, ദ റിട്ടേൺ എഗ്രിമെന്റ് ഈസ് കോൾഡ് പോളിസി issued after the company accept the proposal and premium. ഓക്കെ, പ്രീമിയവും പ്രപ്പോസൽസും ഒക്കെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കമ്പനി ആ ഒരു വ്യക്തിയുമായിട്ട് നടത്തുന്ന ആ ഒരു പോളിസി, അതാണ് എന്തെന്ന് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സാർ സുഖമാണ്, ഓടാ സുഖാണ്. ഓക്കെ, റെഡി? ഓക്കെ, യെസ്. അപ്പൊ ഈ ലൈഫ് ഇൻഷുറൻസിന് നമുക്ക് കുറച്ച് ടൈപ്പ് പഠിക്കാറുണ്ട്. വോൾ ലൈഫ് പോളിസി, എൻഡോമെന്റ് പോളിസി, ജോയിന്റ് ലൈഫ്, ആനിറ്റി ആൻഡ് ചിൽഡ്രൻ എൻഡോമെന്റ് പോളിസി. ഓക്കെ, ഒരു 5 മക്കൾ ഓർത്ത് വെക്കുക. വോൾ ലൈഫ് പോളിസി എന്താണ് ശ്രദ്ധിച്ചോ? ഇൻ ദീസ് പോളിസി ദ മണി ഈസ് പെയ്ഡ് ടു ദ ഡിപ്പെൻഡ് ഓൺലി ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ ഇൻഷുർഡ്. കണ്ടല്ലോ, അയാൾ മരിക്കുന്നത് വരെ. Okay, it lasts for the whole life, but premium may be paid for a limited time. Premium are usually low. Okay, അപ്പം എന്താ മരിച്ചതിന് ശേഷം മാത്രം ഫണ്ട് തിരിച്ചു കിട്ടുന്ന. ഓക്കെ, ഒരു സ്പെസിഫിക് ടൈം പീരീഡ് വരെ നമുക്ക് പ്രീമിയം അടയ്ക്കാനുണ്ടാവും. ആ പ്രീമിയം എന്ന് പറഞ്ഞാൽ അത് വളരെ യൂഷ്വലി എന്താണ് ലോ ആയിരിക്കും, ചെറിയൊരു പ്രീമിയം ആയിരിക്കും. അയാൾ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആ ഫണ്ട് കിട്ടുള്ളൂ. മരിക്കുന്നത് വരെ ഹോൾ ലൈഫ് പോളിസിയാണ്. ഓക്കെ, സെക്കൻഡ് ഉണ്ട് എൻഡോമെന്റ് പോളിസി. ഇവിടെ ഒരു ടൈം പീരീഡ് ഉണ്ടാവും കൃത്യമായിട്ട്. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് പോളിസി റൺ ഫോർ എ സ്പെസിഫിക് പീരീഡ്. ദിസ് പോളിസി പേ ദ എമൗണ്ട് എയ്തർ ഓൺ ദ ഡെത്ത് ഓഫ് ദ ഇൻഷുർഡ് ഓർ അറ്റ് ദ എൻഡ് ഓഫ് ഫിക്സ്ഡ് പീരീഡ് വിച്ച് എവർ ഈസ് കം ഫസ്റ്റ്. ഉണ്ടല്ലോ, ഒരു പീരീഡ് വരും, 10 വർഷമോ 20 വർഷമോ, ആ വർഷത്തേക്കാണ് നമ്മൾ എടുക്കുക. ആ വർഷത്തിന് മുൻപ് അയാൾ മരിച്ചാൽ ഫണ്ട് കിട്ടും. മരിച്ചിട്ടില്ലെങ്കിലോ നമ്മൾ അത്രയും കാലം അടച്ച പ്രീമിയം ഒക്കെ ആ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ സാർ, ഇപ്പം ലൈഫ് പോളിസി എടുക്കാമോ? ഇപ്പം നിങ്ങൾക്ക് പറ്റുമല്ലോ, പോളിസി ഒക്കെ എടുക്കാൻ പറ്റുമല്ലോ. ഓക്കെ, യെസ്. പിന്നെ ജോയിന്റ് ലൈഫ് പോളിസി ഉണ്ട്. ശ്രദ്ധിച്ചോ, ദിസ് പോളിസി ഈസ് ടേക്കൺ ബൈ 2 people. ദ എമൗണ്ട് ഈസ് പെയ്ഡ് ദ സർവൈവർ വെൻ വൺ ഡൈസ്. ഇറ്റ് ഈസ് യൂഷ്വലി യൂസ്ഡ് ബൈ കപ്പിൾ ഓർ ബിസിനസ് പാർട്ട്നേഴ്സ്. എന്നാൽ 2 വ്യക്തികൾ ഒരുമിച്ച് എടുക്കുന്നതാണ്. ഒരാൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ മറ്റൊരാളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, പാർട്ട്നേഴ്സും ബിസിനസ് പാർട്ട്നേഴ്സും അല്ലെങ്കിൽ കപ്പിൾസ് ഒക്കെയാണ് അത് അധികം എടുക്കുക. ജോയിന്റ് ലൈഫ് പോളിസി. ഇതിനടുത്ത് എന്താ ആനുറ്റി പോളിസി ഉണ്ട്. ഇൻ ദീസ് പോളിസി റെഗുലർ പേയ്മെന്റ് സ്റ്റാർട്ട് ആഫ്റ്റർ ദ ഇൻഷുർഡ് റീച്ചസ് എ സർട്ടൈൻ ഏജ്.
Premium can be paid in installment or as a lump sum. It is suited those wanting steady income after a retirement. Okay, അപ്പോൾ റിട്ടയർമെന്റിന് ശേഷം ഒരു സ്റ്റഡി ഇൻകം ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ എന്താണ് ഇത്തരത്തിലുള്ള എന്തെടുക്കാം ആനുറ്റി പോളിസി എടുക്കാം. ഫുള്ളായിട്ടോ എമൗണ്ട് അല്ലെങ്കിൽ പ്രീമിയം ആയിട്ടോ ഒക്കെ നമുക്ക് അടയ്ക്കാം. എന്താ റിട്ടയർ ഒക്കെ ആയി കഴിഞ്ഞാൽ വയസ്സായ ആളുകൾക്കൊക്കെ എന്താണ് മന്ത്ലി ഒരു നിശ്ചിത പേയ്മെന്റ് ഒക്കെ നമുക്ക് തിരിച്ച് റിട്ടേൺ കിട്ടുന്ന ടൈപ്പ് എന്താണ് ഇൻഷുറൻസ് ആണ് ഇത് ആനുറ്റി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ റെഡി? അങ്ങനെയെങ്കിൽ ലാസ്റ്റത്തേതാ ചിൽഡ്രൻസ് എൻഡോമെന്റ് പോളിസി, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പോളിസിയാണ്. ഓക്കെ, ലൈഫ് പോളിസി എടുത്ത് അപ്പോൾ മരിച്ച എത്ര രൂപ കിട്ടുന്നോ അത് പോളിസീനെ അനുസരിച്ചിരിക്കും. പല ടൈപ്പ് പോളിസി ഉണ്ടല്ലോ, ഒരുപാട് പോളിസികളുണ്ട്. അത് പോളിസി ഏതാണ് എടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ദിസ് പോളിസി ഈസ് ടേക്കൺ ഫോർ എ ചിൽഡ്രൻസ് ഫ്യൂച്ചർ നീഡ് ലൈക്ക് എഡ്യൂക്കേഷൻ ഓർ മാരേജ്, അല്ലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കല്യാണത്തിനൊക്കെ വേണ്ടി എടുക്കുന്നതാണ്. ഓക്കെ, എ ഫിക്സ്ഡ് എമൗണ്ട് ഈസ് പെയ്ഡ് വെൻ ദ ചിൽഡ്രൻ റീച്ച് എ സർട്ടൻ ഏജ്. അപ്പോൾ എന്താ ഒരു കുട്ടി ഒരു സർട്ടൻ ഏജ് വരെയൊക്കെ എന്താണ് നമുക്ക് എന്താക്കാം പ്രീമിയം അടക്കേണ്ടി വരും. ഇഫ് ദ പോളിസി ഹോൾഡർ ഡൈ ബിഫോർ ദാറ്റ് നോ മോർ പ്രീമിയം ആർ നീഡഡ്. അപ്പോൾ എന്താണ് അതിന് മുൻപേ ആ ഒരു പ്രീമിയം എടുത്ത ആൾ മരിച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെ പാരൻസ് ഒക്കെ മരിച്ച ആളുണ്ടെങ്കിൽ പിന്നെന്താ നമുക്ക് പ്രീമിയം അടയ്ക്കേണ്ട. ഓക്കെ, അത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പോളിസിയെ നമുക്ക് എന്ത് പറയാം? ചിൽഡ്രൻ എൻഡോമെന്റ് പോളിസി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ലൈഫ് ഇൻഷുറൻസിൽ ഈ ഒരു 5 ടൈപ്പ് മക്കൾ ഓർത്ത് വെച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി റെഡി യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത ഇൻഷുറൻസ് ഏതാണ് നമ്മൾ പറഞ്ഞത്? ഫയർ ഇൻഷുറൻസ് ആണ്. ഓക്കെ, ഫയർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? തീപിടുത്തത്തിന്, അല്ലെ? ഫയർ ഇൻഷുറൻസ് ഈസ് ദ 1 year കോൺട്രാക്ട്. അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഫയർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? 1 year കോൺട്രാക്ട് ആണ്. ഇൻഷുറർ പേ ഫോർ ഡാമേജ് കോസ്ഡ് ബൈ ആക്സിഡന്റൽ ഫയർ, അല്ലെ? ആക്സിഡന്റ് ആയിട്ട് തീപിടുത്തത്തിലൂടെ നമുക്ക് യദുസാർ സിംഗ് ചിറാപുഞ്ചി. ചിറാപുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്, ചിറാപുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്, ചിറാപുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്. അത് മാത്രമല്ലേ ഉള്ളൂ അതിൽ. അപ്പോൾ തൽക്കാലം നിങ്ങൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, വേറെ പാട്ടൊന്നും പാടാൻ പറയാൻ നന്നായി. ആകെ 2 വരിയുള്ള അതേ ഒരു പാട്ടായിരുന്നു, അതിനെ റിപ്പീറ്റ് ചെയ്ത് പാടിയാൽ ആ പാട്ടായി. ഓക്കെ, ദ പോളിസി മസ്റ്റ് ബി റിന്യൂഡ് ഇയർലി. യെസ്, നമുക്ക് എന്താക്കാം 1 yearനനുസരിച്ച് നമുക്ക് എന്താക്കണം? റിന്യൂ ചെയ്യണം. ഏത്? നമ്മുടെ ഫയർ ഇൻഷുറൻസ്. അപ്പോൾ പ്രീമിയം ക്യാൻ ബി പെയ്ഡ് ഇൻ ഫുൾ ഓർ പാർട്ട്. ദ ക്ലെയിം മസ്റ്റ് ബി. അപ്പോൾ എന്താ പ്രീമിയം നമുക്ക് എന്താ പകുതിയായിട്ട് അടയ്ക്കാം. ദെൻ ഈ ക്ലെയിമിന് അല്ലെങ്കിൽ എന്താ ഫയർ ഇൻഷുറൻസ് എന്തുണ്ടായിരിക്കണം? ദർ മസ്റ്റ് ബി ആക്ച്വൽ ലോസ്. തീപിടുത്തത്തിൽ നമുക്ക് എന്ത് വേണം? അതെ, അടിപൊളി, അല്ലെ? ഈ പാട്ട് കേട്ടിട്ട് അടിപൊളി. അതെ. അയ്യോ അയ്യോ സാർ, അമ്മേന്നാരാണ് പാടുന്നത്? ഇതെന്താടാ ഭക്തിഗാനോ? നമ്മളിവിടെ മരിക്കൊന്നും പോകുന്നില്ല, കവള. റെഡി? അപ്പൊ എന്താ നമുക്ക് എന്ത് വേണം? ഒരു ആക്ച്വൽ ലോസ് ആ തീപിടുത്തത്തിലൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ യെസ്. അങ്ങനെയെങ്കിലോ ഫയർ മസ്റ്റ് ബി ആക്സിഡന്റൽ ആൻഡ് നോൺ ഇന്റൻഷണൽ. ആ തീപിടുത്തം എന്തായിരിക്കണം? ഇന്റൻഷണലി, അല്ലെ? നമുക്കെന്താ പ്രതീക്ഷിക്കാതെയൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്നതായിരിക്കണം. മനഃപൂർവ്വം തീയിട്ടിട്ട് ഇൻഷുറൻസിന്റെ വഴിയെ പോരുത്. ഓക്കെ അല്ലേ? റെഡി യെസ്. അങ്ങനെയെങ്കിൽ അടുത്തെന്താ? മറൈൻ ഇൻഷുറൻസ് ആണ്. അറിയാലോ മറൈൻ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, കപ്പല്, അല്ലെ? ഷിപ്പ്, കാർഗോ, ഫ്രൈറ്റ് എന്നിവയ്ക്ക് വേണ്ടി എടുക്കുന്നതാണ് മറൈൻ ഇൻഷുറൻസ്. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ദ ലോസ് ഡാമേജ് ഓഫ് ഷിപ്പ്, കാർഗോ ആൻഡ് ഫ്രൈറ്റ് കോസ്ഡ് ബൈ സീ റിസ്ക് ലൈക്ക് കൊളിഷൻ, ഫയർ, പൈറസി, എനിമി അറ്റാക്ക് എക്സെട്ര. Ready? The insurer called underwriter promised to compensate the insured for such losses. The insured pay a premium for this protection. It cover 3 main things. അപ്പോൾ 3 ടൈപ്പ് എന്താണ് മറൈൻ ഇൻഷുറൻസ് ആണുള്ളത്? ഷിപ്പ്, കാർഗോ ആൻഡ് ഫ്രൈറ്റ്, അല്ലെ? കടലിൽ കൂടെ പോകുമ്പോൾ എന്താണ് എനിമി അറ്റാക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ട് നാശനഷ്ടങ്ങളൊക്കെ സംഭവിക്കാം. ടൈറ്റാനിക് ഒക്കെ ഇടിച്ച പോലെ എന്താണ് മഞ്ഞ് പാളികളിൽ ഇടിച്ചുകൊണ്ട് നടിമുറിഞ്ഞ് വീഴാം. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനെതിരെയുള്ള ഇൻഷുറൻസ് ആണ് ഇത് മറൈൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പം മറൈൻ ഇൻഷുറൻസ് 3 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തത് ഷിപ്പാണ്, അല്ലെങ്കിൽ ഹൾ ഇൻഷുറൻസ് എന്ന് പറയാം. എന്തിനു വേണ്ടി എടുക്കുന്ന? സിൻസ് ദ ഷിപ്പ് ഈസ് എക്സ്പോസ്ഡ് ടു മെനി ഡേഞ്ചേഴ്സ് അറ്റ് സീ, ഇറ്റ്സ് ഇൻഷുറൻസ് പോളിസി ഈസ് ഫോർ ഇൻഡെംനിഫൈ ദ ഇൻഷുർഡ് ഫോർ ലോസസ് കോസ്ഡ് ബൈ ഡാമേജ് ഓഫ് ഷിപ്പ്, അല്ലെ? ഒരു ഷിപ്പിനുണ്ടാവുന്ന ഡാമേജുകൾക്കെതിരെ നമ്മൾ എടുക്കുന്ന എന്താണ് ഇൻഷുറൻസ് ആണ് ഇത് ഹള്ള്, അല്ലെ? ഹൾ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഷിപ്പ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അടുത്തെന്താ? കാർഗോ. കാർഗോ എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളാണ്, അല്ലെ? ഷിപ്പിൽ നിങ്ങൾക്കറിയാം
അടുത്ത് കണ്ടില്ലേ നമ്മുടെ കൊച്ചി കായലിലൊക്കെ അല്ലെ, സോറി എന്താണ്, യെസ്, കടപ്പുറത്ത് കണ്ടെയ്നേഴ്സ് ഒക്കെ ഒഴുകി നടന്ന് നിങ്ങൾ കണ്ടില്ലേ? ഓക്കെ, യെസ്, അത് ready? Yes, appada. The cargo while being transported by ship is subjected to many risks. Okay, these may be at port, that is risk of theft, loss of goods or yes voyage. അപ്പോൾ എന്താ ഒരുപാട് നമ്മൾ റിസ്ക്, കള്ളം കൊണ്ടുപോവുക അല്ലെങ്കിൽ എന്താണ് യാത്രയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഗുഡ്സ് ലോസ്റ്റ് ആവുക, അങ്ങനത്തെ എന്താ പ്രോബ്ലത്തിനെതിരെ നമ്മൾ ആ ഒരു കൊണ്ടുപോകുന്ന സാധനങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന അല്ലെ അതിന്റെ യെസ് എന്താണ് റിസ്ക് കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ടൈപ്പ് ഇൻഷുറൻസ് ആണ് ഇത് നമ്മുടെ കാർഗോ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ഏതാ ഫ്രൈറ്റ് ഇൻഷുറൻസ് ആണ്. എന്താ ഫ്രൈറ്റ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് അതാ ഇഫ് ദ കാർഗോ ഡസ് നോട്ട് റീച്ച് ദ ഡെസ്റ്റിനേഷൻ ഡ്യൂ ടു ഡാമേജ് ഓർ ലോസ് ഇൻ ട്രാൻസിറ്റ് ദ ഷിപ്പിംഗ് കമ്പനി ഈസ് നോട്ട് പെയ്ഡ് ഫ്രൈറ്റ് ചാർജസ്. അല്ലെ, ഒരു എന്താണ് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഷിപ്പ് അവർക്ക് കൊടുത്ത സാധനങ്ങൾ കൃത്യമായിട്ടൊരു സ്ഥലത്ത് എത്തിച്ചില്ല അല്ലെ, പോകുന്ന വഴിക്ക് എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായി, അങ്ങനെ ആ സാധനം എത്തിയിട്ടില്ലെങ്കിൽ ആ സാധനം എത്തിക്കാൻ ഏൽപ്പിച്ച കമ്പനി ഇവർക്ക് പൈസ കൊടുക്കുവോ? ഇല്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫ്രൈറ്റ് ചാർജസ് എന്ന് പറയാം അല്ലെ, കടത്തുകൂലി. അപ്പൊ ആ കടത്തുകൂലി കിട്ടാതിരുന്നാൽ പോയില്ലേ പരിപാടി. അപ്പൊ ആ കടത്തുകൂലിക്കെതിരെ അല്ലെങ്കിൽ അതിന്റെ റിസ്ക്, അത് കിട്ടാതിരിക്കുന്ന റിസ്കിന് എതിരായിട്ട് ഒരു കപ്പൽ കമ്പനി എടുക്കുന്ന യെസ് ഇൻഷുറൻസിനെ നമ്മൾ എന്ത് പറയാ, ഫ്രൈറ്റ് ഇൻഷുറൻസ് എന്ന് പറയാം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോളാം. റെഡിയല്ലേ മക്കളെ? റെഡിയല്ലേ? യെസ്. അങ്ങനെയെങ്കിൽ ഇൻഷുറൻസിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ സാറതാ ഒന്നുകൂടെ പറഞ്ഞുതരാം. യെസ്, എന്തൊക്കെയാണ് ഇൻഷുറൻസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇൻഷുറൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇൻഷുറൻസ് എന്താണെന്ന് പഠിച്ചു. ഇൻഷുറൻസിന്റെ ഫങ്ഷൻസ് 4 ഓർത്ത് വെക്കുക. ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് 7 മക്കൾ ഓർത്ത് വെക്കുക. ദെൻ ഇൻഷുറൻസിന്റെ ടൈപ്പാണ്. ടൈപ്പില് യെസ് ലൈഫ് ഇൻഷുറൻസ് പറഞ്ഞു. ലൈഫ് ഇൻഷുറൻസിനും എന്താ ഒരു 5 ടൈപ്പുകൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, അതിനുശേഷം യെസ് ഫയർ ഇൻഷുറൻസ് ആണ്, പിന്നെ മറൈൻ ഇൻഷുറൻസ് ആണ്. മറൈൻ ഇൻഷുറൻസിലും 3 ടൈപ്പ് നമ്മൾ പറഞ്ഞു. ഓക്കെ, റെഡി? അങ്ങനെയെങ്കിൽ അടുത്ത ഐറ്റം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ അറിയാലോ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബിസിനസ് യൂസ് ചെയ്യുന്ന സർവീസുകളാണ് കമ്മ്യൂണിക്കേഷൻ. സർവീസ് ഹെൽപ്പ് ബിസിനസ് സ്റ്റേ കണക്റ്റഡ് വിത്ത് കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ് ആൻഡ് അതർ ബിസിനസ് നീഡ് ഫാസ്റ്റ്, അക്യുറേറ്റ് ആൻഡ് റിലയബിൾ വേ ടു ഷെയർ ഇൻഫർമേഷൻ. അല്ലെ, സപ്ലയേഴ്സിനോടും കൺസ്യൂമേഴ്സിനും ഒക്കെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനൊക്കെ വേണ്ടി യെസ് എന്താണ് നമ്മുടെ ബിസിനസ് യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ സർവീസുകളാണ് ഇത്. പല മീഡിയ ത്രൂ അല്ലെ, പുതിയ ടെക്നോളജി ഒക്കെ വെച്ചുകൊണ്ട് എന്താണ് യെസ് നമ്മുടെ ബിസിനസ് എന്താ കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ട്. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ സർവീസുകളെ നമുക്ക് ഇതാ പോസ്റ്റൽ സർവീസുകളെന്നും ടെലികോം സർവീസുകളെന്നും 2 ആക്കി തിരിക്കാം. ഓക്കെ, പോസ്റ്റൽ സർവീസും ടെലികോം സർവീസും. എന്താ പോസ്റ്റൽ സർവീസ് എന്ന് പറഞ്ഞാൽ ത്രൂ പോസ്റ്റ് ഓഫീസ് അല്ലെ, ഇതാ ദ ഇന്ത്യൻ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് പോസ്റ്റൽ സർവീസസ് അക്രോസ് ഇന്ത്യ. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ ഇതാ 23ഓളം പോസ്റ്റൽ സർക്കിളുകൾ ഉണ്ട്. ആ സർക്കിളുകളാണ് ഓരോ സ്റ്റേറ്റിലെയും എന്താണ് ദീസ് സർക്കിൾ ഹാൻഡിൽ ഡെയിലി വർക്ക് ത്രൂ റീജിയണൽ ആൻഡ് ഡിവിഷണൽ ഓഫീസസ്. അല്ലെ, ഓരോ പോസ്റ്റ് ഓഫീസ് റീജിയണൽ ആൻഡ് ഡിവിഷണൽ ഓഫീസുകളൊക്കെ ഡീൽ ചെയ്യുന്ന ആരാ? ഈ പോസ്റ്റൽ സർവീസുകളാണ്. അപ്പം ദ വാരിയസ് ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ബൈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ആർ ബ്രോഡ്ലി കാറ്റഗറൈസ്ഡ്. ഓക്കെ, അപ്പം ഈ പോസ്റ്റ് ഓഫീസുകൾ നമുക്ക് എന്താ ഒരുപാട് അല്ലാത്ത സേവനങ്ങൾ തരുന്നുണ്ട്. ഏതൊക്കെ? ഫിനാൻഷ്യൽ ഫെസിലിറ്റീസും മെയിൽ ഫെസിലിറ്റീസും നമുക്ക് അതിനെ വീണ്ടും 2 ആക്കി തിരിക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഫിനാൻഷ്യൽ ഫെസിലിറ്റികൾ എന്ന് പറഞ്ഞാൽ എന്താ? Financial facilities. Okay, these facilities are provided through the post office savings scheme. Like, okay, post office നമുക്ക് എന്താ സേവിങ്സ് നടത്താം. ഓക്കെ, അതിന്റെ സ്കീമുകൾ ഉണ്ട്. യെസ്, എന്തൊക്കെ? പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, പിന്നെയോ കിസാൻ വികാസ് യോജന ആൻഡ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, in addition to normal retail banking function of the monthly income scheme തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെയോ റിക്കറിംഗ് ഡെപ്പോസിറ്റ്, സേവിങ് അക്കൗണ്ട്, ദെൻ ടൈം ഡെപ്പോസിറ്റ്, മണി ഓർഡർ ഫെസിലിറ്റി തുടങ്ങി ഒരുപാട് ഫിനാൻഷ്യൽ സർവീസുകളും ആര് തരുന്നുണ്ട് നമുക്ക്? ഈ പോസ്റ്റൽ സർവീസുകൾ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകൾ നമുക്ക് തരുന്നുണ്ട്. പോസ്റ്റ് ഓഫീസ് നമുക്ക് അക്കൗണ്ട് കൊടുക്കാം, ബാങ്ക് പോലെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ ഒരുപാട് എന്തുണ്ട്? യെസ്, ഫിനാൻഷ്യൽ ഫെസിലിറ്റീസ് ആര് തരുന്നുണ്ട്? നമ്മുടെ പോസ്റ്റ് ഓഫീസ് തരുന്നുണ്ട്. അതിനുശേഷം വരുന്നതാണ് ഇത് മെയിൽ ഫെസിലിറ്റീസ്. ഓക്കെ, എന്താണ് മെയിൽ അയക്കാനുള്ളത്? അല്ലേതാ മെയിൽ സർവീസ് കൺസിസ്റ്റ് ഓഫ് പാർസൽ ഫെസിലിറ്റീസ്. അല്ലെ, പാർസൽ അയക്കുക, ദാറ്റ് ഈസ്
transmission of article from one place to another. Registration facility to provide security of the transmitted articles of the insurance facility to provide insurance cover for all risk in the course of transmission by post. അല്ലെ, നമുക്ക് എന്താ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങളൊക്കെ അയക്കാം. എങ്ങനെ? നമ്മുടെ മെയിൽ ഫെസിലിറ്റി ത്രൂ. ഓക്കെ, അതിനുള്ള കുറെ എക്സാമ്പിൾ ഇതാ നോക്കിയാൽ ഗ്രീറ്റിംഗ് പോസ്റ്റ്. ഓക്കെ, എ range of greeting card for various occasions. അല്ലെ, ഗ്രീറ്റിംഗ് കാർഡ് അയക്കാം. പിന്നെയോ മീഡിയ പോസ്റ്റ്, എ പ്ലാറ്റ്ഫോം ഫോർ ഇന്ത്യൻ കോർപ്പറേറ്റ് ടു അഡ്വർടൈസ് ത്രൂ ദ പോസ്റ്റ് കാർഡ് എൻവലപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാം ത്രൂ പോസ്റ്റ് കാർഡ് ഒക്കെ ത്രൂ എന്താണ് കോർപ്പറേറ്റിന് ആഡ് കൊടുക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഡയറക്റ്റ് പോസ്റ്റ് അല്ലെ, അഡ്വർടൈസിംഗ് ത്രൂ ദ അഡ്രസ് ഓഫ് ദ അൺഅഡ്രസ്ഡ് മെയിൽ. ഓക്കെ, നമുക്ക് എന്താണ് അൺഅഡ്രസ്ഡ് ആയിട്ടുള്ള പല മെയിലുകളിലേക്കും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്താ ആഡ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇന്റർനാഷണൽ മണി ട്രാൻസ്ഫർ. ഓക്കെ, പല രാജ്യങ്ങളിലേക്കും മെയിൽ ത്രൂ നമുക്ക് എന്താക്കാം, മണി അയക്കാം, പൈസ അയക്കാം. പിന്നെയോ പണ്ടൊക്കെ പാസ്പോർട്ട് സർവീസും അധികവും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിലൂടെ തന്നെയാണ്, നമ്മുടെ പോസ്റ്റ് ഓഫീസ് ത്രൂ ആണ്. ഓക്കെ, എ പാർട്ട്ണർഷിപ്പ് വിത്ത് ദ മിനിസ്ട്രി എക്സ്റ്റേണൽ അഫയേഴ്സ് ഫോർ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ. അപ്പോൾ പാസ്പോർട്ട് ആപ്ലിക്കേഷനൊക്കെ ആയിട്ട് പണ്ട് കണക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇതിലൂടെയായിരുന്നു, പോസ്റ്റ് ഓഫീസ് ത്രൂ ആയിരുന്നു. ഓക്കെ, റെഡി? യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത ഐറ്റമാണ് ഇത് ടെലികോം സർവീസുകൾ എന്ന് പറഞ്ഞ ടെലികോം അറിയാലോ. യെസ്, എന്തായിരിക്കും? ടെലികോം സർവീസ് റെഫർ ടു ദ സർവീസ് ദാറ്റ് allow people to communicate over long distance through technology like phone, ഇന്റർനെറ്റ്, ടെലിവിഷൻ. ഓക്കെ, ഫോണ്, ഇന്റർനെറ്റ്, ടെലിവിഷൻ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താക്കുക അല്ലെ, ഡിസ്റ്റൻസ് ഉള്ള സ്ഥലത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെ. എന്തൊക്കെ? ടെലിഫോൺ ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, ടെലിവിഷൻ ഉണ്ട്, ഫാക്സ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മുടെ ടെലികോം സർവീസുകൾക്ക് എക്സാമ്പിൾ ആണ്. ടെലികോം സർവീസ് മേക്ക് ഇറ്റ് പോസിബിൾ ടു ടോക്ക്, സെൻഡ് മെസ്സേജ്, ആക്സസ് ഇൻഫർമേഷൻ ആൻഡ് ഡു ബിസിനസ് ഗ്ലോബലി അല്ലെ. മെസ്സേജ് അയക്കാനും സംസാരിക്കാനും എല്ലാം നമുക്ക് ഇതിലൂടെ പറ്റും. ഇപ്പം ടെലികോം സർവീസുകളിലൂടെ പറ്റും. ഇപ്പം അധികം ആൾക്കാരൊന്നും എന്താ പോസ്റ്റൽ സർവീസുകളൊന്നും യൂസ് ചെയ്യുന്നില്ല അല്ലെ. ചിലപ്പോൾ എന്താ സാധനങ്ങളൊക്കെ അയക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്താ അധികവും കമ്മ്യൂണിക്കേഷൻ ഇതിലൂടെ തന്നെയാ. നമ്മുടെ international money transfer, the international money are the collaboration with Western Union to send money 185 countries. ഓക്കെ, ഇന്ത്യക്ക് എന്താണ് 185ഓളം രാജ്യങ്ങളിലേക്ക് പൈസ അയക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ എന്താണ് ഇതുപോലെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉള്ള വെസ്റ്റേൺ യൂണിയൻ. ഓക്കെ, വെസ്റ്റേൺ യൂണിയനുമായിട്ട് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിന് കൊളാബറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ത്രൂ ആയിരുന്നു പണ്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, വിദേശത്തേക്കൊക്കെ നമ്മൾ ഫണ്ട് അയച്ചിട്ടുണ്ടായിരുന്നത്. പണ്ടൊക്കെ ഗൾഫിലൊക്കെ പോയ ആളുകളെ നാട്ടിലേക്ക് എങ്ങനെയാ ഫണ്ട് അയക്കുക, അതിങ്ങനെയൊക്കെ ആയിരുന്നു. അതാണ് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ടെലികോം സർവീസുകളിലും നമുക്ക് പഠിക്കാറുണ്ട് വേരിയസ് ടൈപ്പ് ഓഫ് ടെലികോം സർവീസുകൾ. ടെലികോം സർവീസിന്റെ ടൈപ്പ് എന്തൊക്കെയാ? യെസ്, ഒന്നാമത്തേതാ സെല്ലുലാർ മൊബൈൽ സർവീസ് ആണ്. അറിയാലോ, ദീസ് ആർ ഇൻക്ലൂഡ് ഓൾ മൊബൈൽ ടെലികോം സർവീസസ് ലൈക്ക് വോയിസ്, കോൾ, മെസ്സേജ്, ഡാറ്റ ആൻഡ് PCO. ഓക്കെ, പബ്ലിക് കോൾ ഓഫീസ് എന്നാണ്. റെഡി? ദെൻ വിത്തിൻ എ സർവീസ് ഏരിയ വിത്ത് എബിലിറ്റി ടു കണക്ട് അതർ ടെലികോം നെറ്റ്വർക്ക്. പല ടെലികോം നെറ്റ്വർക്കുകളൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഫോണിലൂടെ അല്ലെ, ഇന്റർനെറ്റ് ത്രൂ ഒക്കെ നമുക്ക് എന്താക്കാം, മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയക്കാൻ പറ്റും. അടുത്തെന്താ? ഫിക്സ്ഡ് ലാൻഡ് ലൈൻ സർവീസുകൾ. അറിയാലോ, വീട്ടിലൊക്കെ ഉണ്ടോ മക്കളെ? ലൈൻ ഫോൺ ഉണ്ടോ? These were included of voice, message and data through fixed network. Okay, mainly using fiber optic cable. അല്ലെ, ഒരു ഫൈബർ ഒപ്റ്റിക് കേബിൾ വെച്ചുകൊണ്ടല്ലേ നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ഫോണുകൾ കണക്ട് ചെയ്യാറ്. ഓക്കെ, ആൻഡ് ഓൾസോ കണക്ട് വിത്ത് അതർ ടെലികോം സർവീസ് ഫോർ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. പല ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനും മുൻപൊക്കെ നമ്മൾ ഫോണൊക്കെ വരുന്നതിന് മുൻപ് എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നത് ഏതാണ്? ഈ ഒരു ലാൻഡ് ലൈൻ ഫോണാണ്. ഓക്കെ, പിന്നെ കേബിൾ സർവീസുകൾ അറിയാലോ. ഇത് കൂടുതലും എന്താണ്? ഇറ്റ് പ്രൊവൈഡ് വൺ വേ എന്റർടൈൻമെന്റ് സർവീസ് ലൈക്ക് TV വിത്തിൻ എ ലൈസൻസ്ഡ് ഏരിയ. ഒരു ഏരിയയിൽ കേബിൾ ത്രൂ എന്താണ് TV കണക്ഷൻ ഒക്കെയാണ് അധികവും നമ്മൾ ചെയ്യുക. എന്താണ്? യെസ്, എന്താ എന്റർടൈൻമെന്റിനൊക്കെയാണ് എന്തിൽ കേബിൾ കണക്ഷൻ എടുക്കുക. ഇൻ ദ ഫ്യൂച്ചർ ടു വേ കമ്മ്യൂണിക്കേഷൻ, ഐ മീൻ വോയിസ്, ഡാറ്റ, ഇൻഫോ ത്രൂ കേബിൾ നെറ്റ്വർക്ക് മേ ഗ്രോ സിമിലർ ടു ഫിക്സ്ഡ് ലൈൻ സർവീസ്. അല്ലെ, നമ്മൾ പറഞ്ഞ പോലെ ഫിക്സ്ഡ് ലൈൻ സർവീസുകൾ പോലെ തന്നെ എന്താണ്? യെസ്, ഈ ഒരു കേബിൾ കണക്ഷനിലൂടെ നമുക്ക് എന്താ ഫ്യൂച്ചറിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാം? ടു വേ കമ്മ്യൂണിക്കേഷനും പ്രതീക്ഷിക്കാം.
സാർ ലൈവ് അപ്പോൾ കഴിയും. ലൈവ് കഴിയാറായി, ഒരു 10-15 മിനിറ്റ് കൊണ്ട് കഴിയും. ഓക്കെ, റെഡി? പിന്നെ അടുത്തതാ വിസാറ്റ്. ഓക്കെ, വിസാറ്റ് സർവീസ്. വിസാറ്റ് എന്ന് പറഞ്ഞാൽ യെസ് വെരി സ്മോൾ അപ്പർച്ചർ ടെക്നോളജി എന്നാണ് പറയാം. ഓക്കെ, വെരി സ്മോൾ അപ്പർച്ചർ യെസ് ടെക്നോളജി അല്ല, ടെർമിനൽ. യെസ്, ഓക്കെ, ശ്രദ്ധിച്ചോ. ദാ these are satellite based communication system offering reliable service in both urban and remote areas. കണ്ടല്ലോ, യെസ് ഏതെങ്കിലും ഒരു ഏരിയാസ്, അർബൻ ഏരിയാസ് അല്ലെങ്കിൽ റിമോട്ട് ഏരിയാസിൽ യെസ് എന്ത് ചെയ്യുന്നു, യെസ് നമ്മൾ സാറ്റലൈറ്റ് ത്രൂ ഉള്ള കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ദീസ് സപ്പോർട്ട് യൂസിങ് ലൈക്ക് ബാങ്കിങ്, ഓൺലൈൻ ന്യൂസ്, ഓക്കെ, മാർക്കറ്റ് അപ്ഡേറ്റ് ആൻഡ് ടെലി എഡ്യൂക്കേഷൻ, എസ്പെഷ്യലി വേർ ലാൻഡ് ബേസ്ഡ് സർവീസസ് ആർ യെസ് അൺഅവൈലബിൾ. ഓക്കെ, എന്താണ് ഇപ്പം എന്താണ് ഈ ഫോൺ സർവീസുകളൊന്നും ഇല്ലാത്ത ചില ഏരിയാസ് ഉണ്ടാവില്ല, നമ്മുടെ നാടൻ ഏരിയാസ്. അവിടെയൊക്കെ എന്താ ഇതുപോലത്തെ സാറ്റലൈറ്റ് ത്രൂ നമ്മൾ ചെയ്യും. ഈ അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, സാറ്റലൈറ്റിന്റെ ഒക്കെ സൈസിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ്. ഓക്കെ, അതായത് ഒരു കുഞ്ഞി സാറ്റലൈറ്റ് സർവീസ് ആണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചില എന്താണ് ATM മെഷീനൊക്കെ വർക്ക് ചെയ്യുന്ന കാണും അല്ലെ. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ ആ ഒരു ബാങ്കിനെയും ആ ഒരു ATM മെഷീനെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് എന്തുണ്ടാവുക, ഇതുപോലത്തെ ഒരു ചെറിയ ഒരു സാറ്റലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അതുപോലുള്ള സർവീസുകൾ ഒരു ഏരിയനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സാറ്റലൈറ്റ് സർവീസുകളാണ്. ഇപ്പൊ എന്താ ആ ഒരു ഏരിയയിലെ ബാങ്കിങ് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലെ ന്യൂസ് എടുക്കുക അല്ലെ, അവിടുത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന കുഞ്ഞി സാറ്റലൈറ്റിനെ നമ്മൾ എന്ത് പറയാ, വിസാറ്റ് സർവീസുകൾ എന്ന് പറയാ. ദെൻ ദ ലാസ്റ്റ് DTH അറിയാലോ, ഡയറക്റ്റ് ടു ഹോം ആണ് അല്ലെ. ഇറ്റ് ഈസ് സാറ്റലൈറ്റ് ബേസ്ഡ് സർവീസ് ദാറ്റ് ഡെലിവർ TV ചാനൽ ഡയറക്ട്ലി ടു യൂസേഴ്സ് ത്രൂ ദ ഡിഷ് ആന്റിന ആൻഡ് സെറ്റപ്പ് ബോക്സ്. ഓക്കെ, ദെൻ ഇറ്റ് അലോ viewers to watch multiple channel without relying cable network അല്ലെ. ഇവിടെ കേബിൾ നെറ്റ്വർക്കിന് ഒന്നും ആവശ്യമില്ലല്ലോ, ഡയറക്റ്റ് നമ്മൾ ഇങ്ങനെ വലിച്ചെടുക്കല്ലേ അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള DTH ഓർത്ത് വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റ് അല്ലേ, റെഡി അല്ലേ? യെസ്, അപ്പൊ ഇതാണ് എന്തെന്ന് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യം. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, 2 ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണ് ഉള്ളത്. യെസ്, അതൊക്കെ ഒന്ന് പോസ്റ്റലും ഒന്ന് ടെലികോം സർവീസുകളും. ഓക്കെ, പോസ്റ്റലിൽ തന്നെ 2 സർവീസുകളുണ്ട്, ഫിനാൻഷ്യൽ സർവീസും മെയിൽ സർവീസും. യെസ്, പിന്നെയോ ടെലികോം സർവീസുകളിൽ ഒരുപാട് ടൈപ്പ് ഉണ്ട്, 5 എണ്ണം. സെല്ലുലാർ മൊബൈൽ, ഫിക്സ്ഡ് ലാൻഡ് ലൈന്, പിന്നെയോ കേബിൾ നെറ്റ്വർക്ക്, വിസാറ്റ്, ലാസ്റ്റ് DTH. ഓക്കെ, ഇനി നമ്മളെ മറ്റ് സർവീസുകളിലേക്ക് നമുക്ക് പോവാം. ട്രാൻസ്പോർട്ടേഷൻ അറിയാലോ, ട്രാൻസ്പോർട്ടേഷൻ എന്താണ് അറിയാലോ അല്ലെ. ട്രാൻസ്പോർട്ടേഷൻ ഇൻക്ലൂഡ് മൂവിംഗ് ഗുഡ്സ് ഫ്രം പാസഞ്ചേഴ്സ് ബൈ റെയിൽ, റോഡ്, എയർ ആൻഡ് സീ along with the related support services. It is vital for business as it is ensure fast delivery and remove distant barriers by bringing goods from producer to consumer. പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും കൺസ്യൂമറുടെ കയ്യിലേക്ക് എത്താനുള്ള നമ്മുടെ ഡിസ്റ്റൻസ് ബാരിയേഴ്സിനെ യെസ് ഓവർകം ചെയ്യുന്നത് ഇതിലൂടെ മാത്രമാണ്, ട്രാൻസ്പോർട്ടേഷനിലൂടെ മാത്രമാണ്. ത്രൂ എങ്ങനെ, റെയിൽ, റോഡ്, എയർ, സീ എന്നൊക്കെ വെച്ചുകൊണ്ടുള്ള മറ്റ് സപ്പോർട്ടിങ് സർവീസുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്താക്കുക, ട്രാൻസ്പോർട്ടേഷൻ നടത്തുക. പക്ഷെ അതിന് വേണ്ട എന്ത് വേണം, ഇന്ത്യ നീഡ് ബെറ്റർ നോഡ്, ഇംപ്രൂവ് പോർട്സ് ആൻഡ് സ്ട്രോങ്ങർ ഇൻഫ്രാസ്ട്രക്ചർ ടു മീറ്റ് എക്കണോമിക് നീഡ്സ് അല്ലെ. ഇതൊക്കെ സെറ്റായി നടത്താൻ നമുക്ക് എന്ത് വേണം, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേണം. അതില്ലാത്ത പക്ഷം പുവർ ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ് കോസ് മേജർ ലോസസ് എസ്പെഷ്യലി ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സെക്ടേഴ്സ് അല്ലെ. അഗ്രികൾച്ചറിലും ഫുഡ് സെക്ടറിലും ഒക്കെ എന്താ നല്ല ഫെസിലിറ്റീസ് ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഒരുപാട് ലോസുകൾ സംഭവിക്കും. ട്രാൻസ്പോർട്ടേഷൻ അറിയാലോ. ഓക്കെ, റെഡി. അങ്ങനെയെങ്കിൽ വെയർ ഹൗസിംഗ് ഉണ്ട്, ലാസ്റ്റത്തെ ഐറ്റം. എന്താണ് വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, സ്റ്റോറേജിങ് ആണ് അല്ലെ. വെയർ ഹൗസിംഗ് ഇസ് ദ സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ഇൻ എ സേഫ് സിസ്റ്റമാറ്റിക് വേ ടു മെയിൻറ്റെയിൻ ദർ ക്വാളിറ്റി ആൻഡ് വാല്യൂ. Earlier, warehouse were simple storage space, but today they are modern logistics centers that help deliver the right goods at the right time. പണ്ടൊക്കെ എന്താണ് വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്റ്റോറേജ് സ്പേസ് മാത്രമായിരുന്നു. ഓക്കെ, ഒരു സിമ്പിൾ സ്റ്റോറേജ് സ്പേസ് മാത്രമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി അല്ലെ, ലോജിസ്റ്റിക്സ് ആയി. അറിയാലോ, ലോജിസ്റ്റിക്സ് നല്ല സ്കോപ്പുള്ള ഓപ്ഷനാണ്, വിദേശത്തേക്കൊക്കെ പഠിക്കാനുണ്ട് അല്ലെ. ഇപ്പൊ അത് കോഴ്സൊക്കെ ആയിട്ടാണ് പഠിക്കുന്നത് അല്ലെ, ലോജിസ്റ്റിക്. റെഡി. അപ്പൊ അങ്ങനെ എന്താണ് പുതിയ സെറ്റപ്പിലേക്ക് അത് മാറി അല്ലെ. റൈറ്റ് ഗുഡ്സ് റൈറ്റ് ടൈമിൽ ഡെലിവറി ചെയ്യുക തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് വന്നു, വെയർ ഹൗസിംഗിലേക്ക് വന്നു. റെഡി. ദേ യൂസ്ഡ് അഡ്വാൻസ്ഡ് ടൂൾസ് ലൈക്ക് ഓട്ടോമേറ്റഡ് കൺവേസ്, ക്രെയിനുകൾ അല്ലെ. അതുപോലെ തന്നെ ഒരുപാട് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർസ് ഉണ്ട്
എന്തിന് യെസ് നമ്മളെ വെയർ ഹൗസുകൾക്ക്. അപ്പോൾ അതിനനുസരിച്ച് എന്താണ് വെയർ ഹൗസുകൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. വെയർ ഹൗസ് ആർ യൂസ്ഡ് ബൈ മാനുഫാക്ചേഴ്സ്, എക്സ്പോർട്ടേഴ്സ്, ഇമ്പോർട്ടേഴ്സ് ആൻഡ് അതർ ബിസിനസ് ടു സപ്പോർട്ട് ട്രേഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്. ഒരുപാട് ആളുകൾ അല്ലെ കൺസ്യൂമേഴ്സ് ആയിട്ടും ട്രേഡേഴ്സ് ആയിട്ടും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ടേഴ്സും ഇമ്പോർട്ടേഴ്സും ഒക്കെ ഇപ്പം എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, വെയർ ഹൗസ് യൂസ് ചെയ്യുന്നുണ്ട്. റെഡി? അപ്പം ഈ ഒരു വെയർ ഹൗസിന്റെ കുറച്ച് ടൈപ്സുകളും മക്കൾ ഓർത്ത് വെച്ചിരിക്കണം. അതിലൊന്നാമത്തേതാ പ്രൈവറ്റ് വെയർ ഹൗസുകളാണ്. പ്രൈവറ്റ് വെയർ ഹൗസുകൾ നോക്കിക്കോ, എന്താണ്? ദീസ് ആർ ഓൺഡ് ആൻഡ് ലീഡ് ബൈ കമ്പനീസ് ടു സ്റ്റോർ ദെയർ ഓൺ ഗുഡ്സ്. ഓക്കെ, ലൈക്ക് റീറ്റെയിൽ ചെയിൻ. They are designed in efficient product handling and offer benefits such as better control, flexibility, improved relation with dealers. Okay, എന്താണ് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ ഒരു പ്രൈവറ്റ് കമ്പനി അല്ലെ, അവരുടെ പ്രൊഡക്റ്റുകൾ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ വേണ്ടി അവർ സെറ്റ് ചെയ്തിട്ടുള്ള അവരുടേതായിട്ടുള്ള എന്തെന്ന് വെയർ ഹൗസ്. റെഡി? അവർക്ക് എന്താണ് ഡീലേഴ്സുമായിട്ട് നല്ല ഡീലിങ്സ് ഒക്കെ നടത്താൻ വേണ്ടി അവരുടെ സാധനങ്ങൾ യെസ് നല്ല എന്താണ് സ്റ്റോറൊക്കെ ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു പ്രൈവറ്റ് വ്യക്തികൾ അണ്ടറിലുള്ള യെസ് വെയർ ഹൗസ്, പ്രൈവറ്റ് വെയർ ഹൗസുകൾ. ഓക്കെ, പബ്ലിക് വെയർ ഹൗസുകളുണ്ട്. എന്താ? ദീസ് ആർ സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ടു എനി വൺ, ട്രേഡേഴ്സോ മാനുഫാക്ചേഴ്സ് എക്സെട്ര, ഫോർ എ ഫീ, ഒരു ഫീ വെച്ചുകൊണ്ട്. ഓക്കെ, ദേ ആർ ലൈസൻസ്ഡ് ബൈ ദ ഗവൺമെന്റ് ആൻഡ് മാനേജ്ഡ് ബൈ പ്രൈവറ്റ് പാർട്ടീസ്. ആണല്ലോ യെസ്, ലൈസൻസ് ആരുടെ പേരിലായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. യെസ്, ഡീൽ ചെയ്യുന്ന ആരായിരിക്കും? യെസ്, ഒരു പ്രൈവറ്റ് പാർട്ടികളായിരിക്കും. അത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം അല്ലെ, എങ്ങനെ? ഫോർ എ ഫീ. ദീസ് എൻഷുർ എക്സ്ട്രാ സർവീസസ് ലൈക്ക് ദ ട്രാൻസ്പോർട്ട്, പാക്കേജിങ്, ലാബലിംഗ് തുടങ്ങിയ എക്സ്ട്രാ സർവീസുകളും ഏത് പബ്ലിക് വെയർ ഹൗസുകൾ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സെറ്റ്. അങ്ങനെയെങ്കിൽ ഇതാ ബോണ്ടഡ് വെയർ ഹൗസുകൾ ഉണ്ട്. എന്താണ് ബോണ്ടഡ് വെയർ ഹൗസുകൾ? ശ്രദ്ധിച്ചോ, ദീസ് ആർ ഗവൺമെന്റ് ലൈസൻസ്ഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ടു ഇമ്പോർട്ടഡ് ഗുഡ്സ് ബിഫോർ കസ്റ്റമർ ഡ്യൂട്ടി ഈസ് പെയ്ഡ്. Imported can store goods here if they can't pay the full duty or don't need all item immediately. കണ്ടല്ലോ, യെസ്, എന്താ നമ്മളിപ്പോൾ വിദേശത്ത് നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഐറ്റം അല്ലെ, കസ്റ്റംസ് ഡ്യൂട്ടി ഒക്കെ അടയ്ക്കുന്നതിന് വരെ അല്ലെങ്കിൽ അടച്ചു തീർക്കുന്നത് വരെ നമുക്ക് സ്റ്റോറേജ് ചെയ്ത് വെക്കാം. ഈ പോർട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഗവൺമെന്റിന്റെ ലൈസൻസിലുള്ള സ്റ്റോറേജ് ഫെസിലിറ്റിയാണ് നമ്മൾ എന്ത് പറയാ? യെസ്, ബോണ്ടഡ് വെയർ ഹൗസുകൾ എന്ന് പറയുന്നത്. Okay, the goods can be inspected, packaged and processed and duties and paid in part. അപ്പോൾ എന്താ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ ഈ ഒരു വെയർ ഹൗസിന് വെച്ചുകൊണ്ടാണ് ചെയ്യാം. ഇഫ് ഗുഡ്സ് ആർ ഇസ് റീ എക്സ്പോർട്ടഡ് നോ ഡ്യൂട്ടീസ് ഈസ് റിക്വയർഡ്. അപ്പോൾ എന്താ തിരിച്ചയക്കാനാണെങ്കിൽ എന്താണ് യെസ് നമുക്ക് അതിന് ഡ്യൂട്ടികളും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ അത്തരത്തിൽ എന്താണ് ഇമ്പോർട്ടേഴ്സിനെയും എക്സ്പോർട്ടേഴ്സിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് എന്താണ് വെയർ ഹൗസുകളാണ് എന്തെന്ന് ബോണ്ടഡ് വെയർ ഹൗസുകൾ എന്ന് നമ്മൾ പറയും. റെഡി അല്ലേ? ഓക്കെ അല്ലേ? യെസ്, അങ്ങനെയെങ്കിൽ ഇതാ ഗവൺമെന്റ് വെയർ ഹൗസുകൾ അറിയാലോ, കംപ്ലീറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലായിരിക്കും. ദീസ് ആർ ഓൺഡ് ആൻഡ് റൺ by the government through public sector organized like Food Corporate of India and Central Warehousing Corporations. ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള യെസ് എന്താണ് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള വെയർ ഹൗസുകളെ നമ്മൾ എന്താ പറയാ? ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യന്റെ അണ്ടറിലൊക്കെ ഉള്ള യെസ് വെയർ ഹൗസുകൾ, ഗവൺമെന്റ് വെയർ ഹൗസുകൾ. ദെൻ ലാസ്റ്റ് കോർപ്പറേറ്റീവ് വെയർ ഹൗസുകൾ. നമുക്കറിയാലോ, നമ്മൾ പഠിച്ചതല്ലേ കോർപ്പറേറ്റീവ് സൊസൈറ്റികൾ. യെസ്, എവിടെ? നമ്മളെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മൾ പഠിച്ചു സെക്കൻഡ് ചാപ്റ്ററിൽ അല്ലെ, കോർപ്പറേറ്റീവ് സൊസൈറ്റികൾ. അങ്ങനെ ഓരോ കോർപ്പറേറ്റീവ് സൊസൈറ്റികൾ അവർക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള യെസ് വെയർ ഹൗസുകളെ നമുക്ക് എന്ത് പറയാം? കോർപ്പറേറ്റീവ് യെസ് വെയർ ഹൗസുകൾ എന്ന് പറയാം. അത് അധികം എന്തിനുള്ളതായിരിക്കും? ദീസ് ആർ സെറ്റപ്ഡ് ബൈ കോർപ്പറേറ്റീവ് സൊസൈറ്റി ടു സ്റ്റോർ ഗുഡ്സ് ഫോർ ദെയർ മെമ്പേഴ്സ് മെയിൻലി ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ. കണ്ടല്ലോ, അധികവും അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ളതായിരിക്കും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പം ഇത്രയും എന്താണ് ഒരു 5 ടൈപ്പ് വെയർ ഹൗസിന്റെ ടൈപ്പും മക്കൾ ഓർത്ത് വെക്കുക. ദെൻ ലാസ്റ്റത്തെ പരിപാടി നമ്മളേതാണ് വെയർ ഹൗസിന്റെ ഫങ്ഷൻസ്. ഓക്കെ, എന്തെല്ലാം ഫങ്ഷൻസ് ഒരു വെയർ ഹൗസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ സാർ, ബോണ്ടഡ് വെയർ ഹൗസ്. എടാ, ബോണ്ടഡ് വെയർ ഹൗസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, എക്സ്പോർട്ടേഴ്സിനെയും ഇമ്പോർട്ടേഴ്സിനെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യെസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള വെയർ ഹൗസിനെ എന്ത് പറയുക? ബോണ്ടഡ് വെയർ ഹൗസുകൾ എന്ന് പറയുക. അതായത് നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്ത സാധനം നമ്മുടെ പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്തടയ്ക്കണം? കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണം.
റെഡി? അപ്പൊ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കുന്നത് വരെ നമ്മൾ എന്താണ് ആ ഒരു സാധനം പോർട്ടിലൊക്കെ ആണെങ്കിൽ ശേഖരിച്ച് വെക്കണ്ടേ, വേണ്ടേ? അതിന് വേണ്ടി പോർട്ടിന്റെ ഒക്കെ അടുത്തുള്ള ടൈപ്പ് എന്താണ് വെയർ ഹൗസുകളാണ് ബോണ്ട് വെയർ ഹൗസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എന്താണ് നമ്മൾ ആ ഡ്യൂട്ടി ഒക്കെ അടച്ചിട്ടില്ലെങ്കിൽ ആ വസ്തു അവിടെ തന്നെ കിടക്കും. നമുക്കിപ്പോൾ പെട്ടെന്ന് അടയ്ക്കാൻ നമ്മുടെ കയ്യിൽ ഡ്യൂട്ടി അടയ്ക്കാൻ പൈസ അല്ല. അപ്പൊ എന്ത് ചെയ്യുന്നു, അത്രയും കാലം അത് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ഉള്ള സർവീസ് തരുന്ന ടൈപ്പ് വെയർ ഹൗസുകളാണ് എന്തെന്ന് നമ്മുടെ ബോണ്ടഡ് വെയർ ഹൗസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, റെഡി? യെസ്. അങ്ങനെയെങ്കിൽ ലാസ്റ്റത്തെ ഐറ്റം വെയർ ഹൗസിന്റെ ഫംഗ്ഷൻ. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താ? കൺസോളിഡേഷൻ. എന്താ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ? എല്ലാത്തിനെയും കൂടെ കൂട്ടിച്ചേർക്കുക, അല്ലേ? ഇതാ ശ്രദ്ധിച്ചോ. ഇൻ ദീസ് ഫംഗ്ഷൻ ദ വെയർ ഹൗസ് റിസീവ് ആൻഡ് കൺസോളിഡേറ്റ് മെറ്റീരിയൽ ഓർ ഗുഡ്സ് ഫ്രം ഡിഫറെന്റ് പ്രൊഡക്ഷൻ പ്ലാന്റ് ആൻഡ് ഡിസ്പാച്ച്ഡ് ദ സെയിം ടു പർട്ടിക്കുലർ കസ്റ്റമേഴ്സ് ഓൺ എ സിംഗിൾ ട്രാൻസ്പോർട്ടേഷൻ ഷിപ്മെന്റ്. ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടി ഒരുപാട് ആളുകളിൽ നിന്നും ഒരുപാട് പ്ലെയിനിൽ നിന്നും വന്നിട്ടുള്ള പ്രൊഡക്റ്റിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂട്ടിച്ചേർക്കുന്നു, അല്ലെ? കൺസോളിഡേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നു, അല്ലെ? പല സ്ഥലത്തു നിന്നും വന്ന പല പ്രൊഡക്റ്റുകളുണ്ട്. അതൊക്കെ എന്താണ്, ഒരേ ടൈപ്പ് പ്രൊഡക്റ്റുകളൊക്കെ കൂടെ കൂട്ടി കൺസോളിഡേറ്റ് ചെയ്യുന്നു, അല്ലെ? ഒരാൾക്ക് വേണ്ടി കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്താക്കുക, അവിടുന്ന് വിൽക്കുക. അതാണ് കൺസോളിഡേഷൻ. ഓക്കെ, ദെൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് ബ്രേക്ക് ദ ബൾക്ക്. എന്താണ്? ബൾക്കിനെ ബ്രേക്ക് ചെയ്യുക, അല്ലെ? ശ്രദ്ധിച്ചോ. ദ വെയർ ഹൗസ് പെർഫോം ദ ഫംഗ്ഷൻ ഡിവൈഡിങ് ബൾക്ക് ക്വാണ്ടിറ്റി, അല്ലെ? ആ ഒരു വെയർ ഹൗസിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് ക്വാണ്ടിറ്റീനെ അല്ലെങ്കിൽ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി എന്ത് ചെയ്യുക, വേണ്ടതിനനുസരിച്ച് നമ്മൾ എന്താക്കുക, ഡിവൈഡ് ചെയ്ത് മാറ്റുക. ഓക്കെ, ഡിവൈഡ് ചെയ്ത് മാറ്റുക. ശ്രീയെ ഇൻസ്റ്റയിലുണ്ടോ? എടാ നീ സാർ ഇൻസ്റ്റയിലുണ്ടോ എന്ന് ചോദിച്ചോളാം. മതിയടാ, മതി, ആയിക്കോട്ടെ. ഓക്കെ, റെഡി? അപ്പൊ എന്താ? Bulk quantity of goods received from the production plant into smaller quantities. These small quantities are then transported according to the requirement of client their place of business. അല്ലെ? അത് ആവശ്യമുള്ള ആളുകൾക്ക് എന്താണ് നമുക്ക് വന്നിട്ടുള്ള ഒരു ബൾക്ക് ക്വാണ്ടിറ്റിയെ നമ്മൾ എന്താക്കുന്നു, സ്മോൾ ക്വാണ്ടിറ്റികളാക്കി മാറ്റുന്നത്. അത് ആര് ചെയ്യുന്ന ഫംഗ്ഷനാണ്? വെയർ ഹൗസ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. Then stop piling. Okay, എന്താണ് സ്റ്റോക്ക് പൈലിംഗ്? ശ്രദ്ധിച്ചോ. സ്റ്റോക്ക് പൈലിംഗ് ഈസ് ദ സ്റ്റോറിംഗ് ഓഫ് ഗുഡ്സ് ഓർ റോ മെറ്റീരിയൽ ദാറ്റ് ആർ നോട്ട് നീഡഡ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, പെട്ടെന്ന് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുക, അല്ലെ? അപ്പോൾ എന്താണ് ശ്രദ്ധിച്ചോ. ദേ ആർ കെപ്റ്റ് ഇൻ വെയർ ഹൗസ് ആൻഡ് സപ്ലൈഡ് ലേറ്റർ ബേസ്ഡ് ഓൺ ഡിമാൻഡ്. എന്താണ് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആവശ്യമുള്ള, അല്ലെ, ഡിമാൻഡിനനുസരിച്ച് നമ്മൾ അത് വിൽക്കുക, അല്ലെ? ഡിമാൻഡ് ഉള്ളപ്പോൾ ഒരു സാധനം വിൽക്കേണ്ടത്. അപ്പൊ ആ ഡിമാൻഡ് ഉണ്ടാകുന്നത് വരെ നമ്മൾ എന്താക്കുക, സ്റ്റോർ ചെയ്ത് വെക്കുക. അതാണ് എന്ത്? സ്റ്റോക്ക് പൈലിംഗ്. ഓക്കെ, ദിസ് ഈസ് യൂസ്ഫുൾ ഫോർ സീസണൽ പ്രൊഡക്റ്റ് ലൈക്ക് ക്രോപ്സ് വിച്ച് ആർ ഹാർവെസ്റ്റഡ് വൺസ് ബട്ട് യൂസ്ഡ് ത്രൂ ഔട്ട് ദ ഇയർ. ഉണ്ടല്ലോ, ചില സീസണൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും, ചില സീസണിൽ മാത്രം ഡിമാൻഡ് ഉണ്ടാവുന്ന പ്രൊഡക്റ്റുകൾ, ക്രോപ്പുകൾ, ചില ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കേടായി പോകുന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് എന്താക്കണം, സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു സ്പേസ് വേണ്ടേ? റെഡി? അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് എന്ത് പറയാ? സ്റ്റോക്ക് പൈലിംഗ് എന്ന് പറയാം. ഓക്കെ, ഡിമാൻഡ് ഒക്കെ വരുന്നവരെ സ്റ്റോക്ക് ചെയ്ത് വെക്കുക. പിന്നെ എന്താ? നാലാമത്തെ വാല്യൂ ആഡഡ് സർവീസുകളാണ്. എന്താ? വാല്യൂ ആഡ് സർവീസസ് ഇൻ വെയർ ഹൗസ് ഇൻക്ലൂഡ് മിക്സിങ്, പാക്കേജിങ്, ലാബലിങ്, ഗ്രേഡിങ്, ഡിവൈഡിങ് ഓഫ് ഗുഡ്സ്. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് എക്സ്ട്രാ ആര് തരുന്നുണ്ട്? നമ്മളെ വെയർ ഹൗസ് തരുന്നുണ്ട്. ഓക്കെ, സ്മോളർ ലോട്ട്സ് ദീസ് ഹെൽപ്പ് പ്രിപ്പയറിംഗ് ഗുഡ്സ് ഫോർ ഇൻസ്പെക്ഷൻ, സെയിൽ ആൻഡ് ഡെലിവറി ആസ് പെർ റിക്വയർമെന്റ്. ഓക്കെ, ഒരു പ്രൊഡക്റ്റ്, അല്ലെ, പാക്ക് ചെയ്യുന്നതും ലാബൽ ചെയ്യുന്നതും ഒക്കെ ഗ്രേഡ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളും ആര് ചെയ്യുന്നുണ്ട്, അല്ലെ? എക്സ്ട്രാ ആക്ടിവിറ്റി, അതിനെ എന്ത് പറയാം, അല്ലെങ്കിൽ എക്സ്ട്രാ സർവീസ്, അതിനെ എന്ത് പറയാം? നമ്മളെ വാല്യൂ ആഡഡ് സർവീസുകൾ എന്ന് പറയാം. ഓക്കെ അല്ലേ? റെഡി? അങ്ങനെയെങ്കിൽ ഇതാ അഞ്ചാമത് എന്താ? പ്രൈസ് സ്റ്റെബിലൈസേഷൻ, അല്ലെ? ഒരു പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കിക്കോ. ബൈ അഡ്ജസ്റ്റിംഗ് ദ സപ്ലൈ ഓഫ് ഗുഡ്സ് വിത്ത് ഡിമാൻഡ് സിറ്റുവേഷൻ വെയർഹൗസിംഗ് പെർഫോം ദ ഫംഗ്ഷൻ ഓഫ് സ്റ്റെബിലൈസിംഗ് പ്രൈസസ്. ഓക്കെ, ദസ് പ്രൈസസ് ആർ കൺട്രോൾഡ് വെൻ സപ്ലൈ ഈസ് ഇൻക്രീസിംഗ് ആൻഡ് ഡിമാൻഡ് ഈസ് സ്ലാക്ക് ആൻഡ് വൈസ് വേഴ്സ. അല്ലെ? നല്ല ഡിമാൻഡ് ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ വേണം നമുക്ക് എന്താക്കാൻ, ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കാൻ. എന്നാൽ എന്ത് കിട്ടുള്ളൂ, അതിന് വേണ്ട രീതിയിലുള്ള, അല്ലെ, നമുക്കെന്താ പ്രൈസും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുള്ളൂ. അല്ല എന്താണ്, തീരും എന്താ ഡിമാൻഡ് ഒന്നും ഇല്ലാത്ത, അല്ലെ, സപ്ലൈ ഒന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ സപ്ലൈ ഇല്ലാത്ത ആ ഒരു ടൈമിൽ വേണം നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഇറക്കാൻ, അല്ലെ, ഡിമാൻഡ് കൂട്ടാൻ. അപ്പൊ അതുവരെ നമുക്ക് എന്ത് ചെയ്യണം, അത് സ്റ്റോർ ചെയ്ത് വെക്കണം, അല്ലെ? സ്റ്റോർ ചെയ്ത് വെക്കണം. അങ്ങനെ എന്താണ്, പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകണം. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? ഇത്തരത്തിലുള്ള വെയർ ഹൗസുകളാണ്.
Okay, then the last is financing. Warehouse owners advance money to the owners on security of goods and yes, further supply goods on credit term to customers. കസ്റ്റമേഴ്സിന് വേണ്ട ഒരുപാട് എന്താണ് യെസ് ഫിനാൻഷ്യൽ അല്ലെ ഫിനാൻസിങ് സർവീസുകൾ ആര് കൊടുക്കുന്നുണ്ട് യെസ് നമ്മുടെ ആര് വെയർ ഹൗസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിനും ഡീലേഴ്സിനും ഒക്കെ ആയിട്ടുള്ള പല ഫിനാൻഷ്യൽ യെസ് സർവീസുകളും ഒക്കെ അവർക്ക് വേണ്ട ചില ഫണ്ടുകളൊക്കെ ട്രാൻസ്പോർട്ടേഷനുള്ള ഫണ്ടുകൾ കാര്യങ്ങൾ അല്ലെ പുതിയ പ്രൊഡക്റ്റുകൾ ഇറക്കാനുള്ളത് പുതിയ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത് അങ്ങനെ ഒരുപാട് ഫിനാൻഷ്യൽ എന്താണ് യെസ് ഫെസിലിറ്റികൾ അല്ലെങ്കിൽ ഫങ്ഷൻസും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ വെയർ ഹൗസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെഡിയാണോ മക്കളെ? അങ്ങനെയെങ്കിൽ ഇത്രയുമാണ് എന്ത് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ. ബിസിനസ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ ആണോ? സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. യെസ്, അങ്ങനെയെങ്കിൽ മകള് യെസ് ശ്രദ്ധിക്കുക. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ടൈം ഒട്ടും നമ്മുടെ മുന്നിലില്ല. ഇനിയുള്ള ഓരോ ടൈമിൻ്റെയും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. യെസ്, അതിനനുസരിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ ആ പഠിക്കുന്ന സമയത്ത് തന്നെ യെസ് മാക്സിമം മനസ്സിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുക. ഓക്കെ ഫിനാൻസ് എന്നോട് പറഞ്ഞല്ലോ. ഫിനാൻസ് എന്ന് പറഞ്ഞാലൊന്നുമില്ല. വെയർ ഹൗസ് ഓണേഴ്സ് ഉണ്ടാവുമല്ലോ, അവരെന്ത് ചെയ്യുന്നു? യെസ്, അതിൻ്റെ എന്താണ് ഇപ്പോൾ ഗുഡ്സ് ഡീല് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ്, അതല്ലെങ്കിലോ യെസ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാകുമല്ലോ, അവർക്കൊക്കെ എന്താ ഫൈനാൻസിങ്. ഓക്കെ, ഫണ്ട് എന്ത് കൊടുക്കുന്നു? യെസ് ഫിനാൻസിങ്ങിന് അല്ല എന്താണ് കടമൊക്കെ കൊടുക്കും ചില ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയുള്ള ഫണ്ട്, അങ്ങനത്തെ ഫിനാൻസിങ് ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. റെഡി? ഓക്കെ യെസ്. അപ്പോൾ സാറ് പറഞ്ഞത് യെസ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക +1നെ. യെസ്, +2നേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് +1 നിങ്ങൾ കാണേണ്ടതുണ്ട്. കാരണം +1 നിങ്ങൾ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും +2. ഓക്കെ അല്ലേ? ഓക്കെ, ഡൗട്ട് ചോദിക്കൂ. ഓക്കെ, അപ്പം ഉള്ള ടൈം നന്നായിട്ട് പഠിക്കുക. ക്രിസ്മസ് എക്സാം നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല, കൊടുക്കാൻ പാടില്ല ആരും. നല്ല മാർക്ക് തന്നെ എല്ലാവരും വാങ്ങണം. പഠിച്ചാലേ മാർക്ക് കിട്ടുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതിനനുസരിച്ച് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പം മറക്കണ്ട. യെസ്, പബ്ലിക് എക്സാമിനേക്കൊക്കെ അടിപൊളിയായിട്ട് പഠിക്കണം എന്നാഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ക്രാഷ് ബാച്ച് നമ്മളിതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. December 26 നമ്മളത് ലോഞ്ച് ചെയ്യും. അപ്പോൾ ആ ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് യെസ് ജോയിൻ ചെയ്യാം. ഓക്കെ, എല്ലാ സിലബസും നമ്മൾ A to Z കാര്യങ്ങൾ വീണ്ടും നിങ്ങളെ പഠിപ്പിച്ചു തരും പബ്ലിക് എക്സാമിന് മുൻപ്. ഓക്കെ, റെഡി? അപ്പം അത് നിങ്ങൾ മറക്കണ്ട. അടിപൊളിയായിട്ട് ഈ വർഷം പഠിച്ച് നല്ല മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ ഇത്രയും ഫീച്ചേഴ്സ്, റിവിഷൻ ക്ലാസ്സുകളും ഷോർട്ട് നോട്ട്സും PYQസും ക്വസ്റ്റ്യൻ ബാങ്കും ചാപ്റ്റർ വൈസ് എക്സാമുകളും വർക്ക്ഷീറ്റുകളും മോഡൽ എക്സാമും ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. റെഡി? അപ്പം December 26 നമ്മളത് സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതെന്ത് ചെയ്യുക? യെസ് മക്കള് നന്നായിട്ട് യൂസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, സെറ്റ് അല്ലേ? സാർ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമോ? ഓക്കെ, പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ. ഓക്കെ, പ്രൈസ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് അവിടെ ശ്രദ്ധിച്ചോ, സിമ്പിളാണ്. ബൈ അഡ്ജസ്റ്റിംഗ് ദ സപ്ലൈ ഓഫ് ഗുഡ്സ് വിത്ത് ഡിമാൻഡ് സിറ്റുവേഷൻ. ഓക്കെ, ഡിമാൻഡ് സിറ്റുവേഷൻ അനുസരിച്ച് ഗുഡ്സ് സപ്ലൈ ചെയ്യുക. അറിയാലോ അല്ലെ? നല്ല ഡിമാൻഡ് നമ്മളെ മാർക്കറ്റിൽ ഉണ്ടാകുമ്പോഴേ അല്ലേ നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കേണ്ടത്. എന്നാലല്ലേ ആ ഒരു പ്രൊഡക്റ്റിന് നല്ല രീതിയിലുള്ള പ്രൈസ് നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, റെഡി? അതായത് എന്താ, ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഇല്ലാത്ത ഒരു സമയത്ത് നമ്മൾ എന്താക്കുന്നു? യെസ്, ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ നമുക്കതിന് വേണ്ട വില കിട്ടുമോ? വേണ്ട രീതിയിൽ അത് വിറ്റ് പോകുമോ? ഇല്ല അല്ലെ? അപ്പൊ ആ ഒരു ഡിമാൻഡ് ഉണ്ടാകുന്ന ആ ഒരു ടൈം വരെ നമുക്ക് എന്ത് വേണം? ആ ഒരു പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ? അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാലല്ലേ ആ ഡിമാൻഡ് ഉള്ള ആ ഒരു ടൈമിൽ നമുക്കത് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലല്ലേ നമ്മൾ വിചാരിച്ച രീതിയിൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് അല്ലെ സ്റ്റേബിൾ ആക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. റെഡി? അപ്പൊ അങ്ങനെ എന്താണ്, പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്ത് മുന്നോട്ട് പോവാൻ ഡിമാൻഡ് ഉള്ള ആ ഒരു ടൈം വരെ ഓക്കെ അതിനു വേണ്ടി നമുക്കത് സപ്ലൈ ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ എന്താക്കുന്നു? ആ ഒരു
എന്താണ് പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്കത് ഡിമാൻഡുള്ള സമയത്ത് എടുത്ത് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്തുകൂടാ നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് സ്റ്റെബിലൈസേഷനും കൂടെ ആര് സഹായിക്കുന്നുണ്ട്, ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? വെയർ ഹൗസിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഇത്. സാർ ആവണി പൊന്നൂഞ്ഞാൽ പാടുമോ? ഇപ്പം കുറേ കാലമല്ല ആവണി പൊന്നൂഞ്ഞാൽ കൊണ്ട്. ഇത്തിരി വെള്ളം കുടിച്ചോട്ടെ എന്നിട്ട് പാടും. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, എങ്കിൽ ആവണി പൊന്നൂഞ്ഞാൽ പിടിച്ചോ. ആവണി പൊന്നൂഞ്ഞാലാടിക്കാം നിന്നെ ഞാൻ, ആയില്യം കാവിലെ വെണ്ണിലാവേ, പാതിരാമുല്ലകൾ താലിപ്പൂ ചൂടുമ്പോൾ പൂജിക്കാം നിന്നെ ഞാൻ പൊന്നുപോലെ. താനേ തുറന്നു പിച്ചകപ്പൂമണം കാറ്റിൽ വന്നല്ലോ നീയൻ പൂത്തുമ്പിയായി. അത്രേ അറിയൂ, ലിറിക്സ് ഒക്കെ മറന്നുപോയി. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓർത്ത് വെക്കുക. അപ്പം നമ്മളെ എന്ത് മറക്കണ്ട, ആരും ക്രാഷ് ബാച്ചിനെ കുറിച്ച് മറക്കണ്ട. പബ്ലിക് എക്സാം സെറ്റാക്കണം, നല്ല മാർക്ക് വാങ്ങണം, ടാർഗറ്റ് മാർക്കിൽ എത്തണം. ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, പബ്ലിക് എക്സാം അങ്ങനെ ആവാൻ പാടില്ല എന്നൊക്കെ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ് നമ്മുടെ ക്രാഷ് ബാച്ച്. ഓക്കെ അല്ലേ? അപ്പം മറക്കണ്ട. വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ബൈ.